എന്റെ പേര് ഉണ്ണി. എന്തായാലും ഹായ് ഒരു ഉണ്ണി. ഹായ് ഹായ് ഹായ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ഒരു ജീവിത രീതിയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് വളരെ സന്തോഷവും സമാധാനവുമായിട്ടൊക്കെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, കഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ വിഷമിക്കുന്ന സമയത്ത് നന്നായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്ന ഉറപ്പോടുകൂടി തന്നെയാണ് ഇന്നും ഇവിടെ ഈ 12 പടികളെ കുറിച്ച് പറയാനായിട്ടിരിക്കുന്നത് എന്നതാണ്. ജീവിതത്തിന്റെ കടന്നു വന്ന വഴിയിൽ ഞാൻ എങ്ങനെയാണ് ആ 12 പടികളെ പരിശീലിച്ചത് എന്നതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. കൂടുതലായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാം പടിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്തിനാണ് പടികൾ ചെയ്യുന്നത് എന്നും നമ്മുടെ ആ ബുക്കിലൂടെ, അടിസ്ഥാന ഗ്രന്ഥത്തിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതില് ബില്ലിന്റെ കഥ പറയുന്നതിന് മുന്നേ ഡോക്ടറുടെ അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ സഹസ്ഥാപകനായ ബിൽ വിൽസൺ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഈ ഒരു മദ്യാസക്തി രോഗം കടന്നു വന്നത് എന്നും എത്രത്തോളം കഠിനമായ പ്രയത്നത്തിലൂടെയാണ് അതിൽ നിന്ന് മാറി നിന്നത് എന്ന് തൊട്ട് പിന്നീട് ഒരു പരിഹാരമുണ്ട് എന്ന അധ്യായത്തിലൂടെ നമ്മൾ കടന്നു. എങ്ങനെയാണ് പരിഹാരം, എന്താണ് പരിഹാരത്തിനുള്ള മാർഗങ്ങൾ എന്ന് കണ്ട് ഒന്നാമത്തെ പടിയിലേക്ക് കടക്കുകയാണ്. ആ ഒന്നാമത്തെ പടിയുടെ മദ്യാസക്തിയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. ഏറ്റവും കൂടുതൽ ഉറപ്പിക്കേണ്ടതും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ആ ഒരു ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. കാരണം രോഗവിമുക്തിയിലേക്കുള്ള ചുവടുവെപ്പ് എന്ന് പറയുന്നത് ആ സമ്മതിക്കലാണ്. പലപ്പോഴും അതിന്റെ പ്രശ്നമാണ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന കുടി. അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഒന്നാമത്തെ പടി നമ്മുടെ ജീവിതത്തിനെ നിരന്തരമായി ഉറപ്പിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്നുള്ളതാണ്. ആ ഒന്നാമത്തെ പടി ഉറച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് എന്ന് തോന്നുന്ന പടി എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അടിത്തറയാണ്. ആ അടിത്തറ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ബാക്കി വീട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഒന്നാമത്തെ പടി ചെയ്തു കഴിഞ്ഞാൽ ബാക്കി പടികൾ എന്തായാലും കടന്നു വരും. കടന്നു വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിയത് ഗുരുതരമായ നിലയിലെത്തിയ ആളുകള് ദീർഘകാലം കുടിച്ചിരിക്കണമെന്നോ, കുടിയുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഓരോ ആളുകളും ഓരോ തരത്തിലാണ് എന്ന് ഡോക്ടറുടെ അഭിപ്രായത്തിൽ നമ്മൾ കണ്ടു. അല്ലെങ്കിൽ നമ്മളെ കൂട്ടായ്മയിലുള്ള ഓരോ ആൾക്കാരുടെയും കുടി വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ ഒരാൾ കുടിച്ച പോലെ വേറൊരാൾ കുടിക്കണം എന്നില്ല. അതേപോലെ സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. മദ്യപാനാസക്തിക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. അപ്പോ മദ്യാസക്തരാണ് എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ആ കുടി നിർത്തുന്ന കഴിവുകേടിനെ കുറിച്ച് സ്വയം അത്ഭുതപ്പെടുത്തുന്നു എന്ന രീതിയിലൊക്കെ പറയുകയാണ്. ഈ മദ്യാസക്തരുടെ അല്ലെങ്കിൽ മദ്യാസക്തിയുടെ ലക്ഷണങ്ങളെ പറ്റിയിട്ട് പരിചയസമ്പന്നരായ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ശരിയായ അമിത മദ്യപാന രോഗികളാവാൻ സാധ്യതയുള്ള പലരെയും യുവാക്കൾക്കിടയിൽ കാണാറുണ്ട്. അത് കാണണമെങ്കിൽ നന്നായി അതിനായി ശ്രമിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് പലപ്പോഴും അറിയാം, പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പൊ കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും രോഗികളാവാൻ സാധ്യതയുള്ള കുടിയുടെ ഘട്ടത്തിൽ പലരും പറയാറുണ്ട്, ഞാൻ അങ്ങനെയല്ല, എനിക്ക് വേണമെങ്കിൽ നിയന്ത്രിക്കാം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ കുടിയുടെ ആ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ഡിനയൽ സ്വഭാവം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമുക്കത് സമ്മതിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അമിത മദ്യപാന രോഗിയാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളോട് നമുക്ക് ഏടെ സന്ദേശം കൊടുക്കാനും പറ്റില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് മീറ്റിങ്ങിന് വരണമെന്ന നിർബന്ധമില്ല. ഈ രോഗത്തിന്റെ ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. നന്നായി നമ്മൾ അതിനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അവിടെ നമുക്ക് നമ്മളുടെ കാര്യം കണ്ടെത്താനാണ് പ്രോഗ്രാം നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോ സ്വന്തം ഇച്ഛാശക്തി പ്രയോഗിച്ച് കുടി നിർത്താമായിരുന്ന സമയത്തിന് ശേഷം വളരെ വർഷക്കാലം മദ്യപിച്ചു കൊണ്ടേയിരുന്നുവെന്ന് കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യമാവുന്നു. നമ്മൾ പലരും ആ ഇച്ഛാശക്തിയൊക്കെ ഉപയോഗിച്ച് കുടി നിർത്താൻ വേണ്ടി പലപ്പോഴായിട്ട് ശ്രമിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മദ്യാസക്തി എന്ന് പറയുന്നത് രോഗമാണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സന്ദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട് പുറത്തുനിന്ന്. ആ സമയത്തൊക്കെ മദ്യപാനം കൊണ്ടുണ്ടായ ദോഷഫലങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ വളരെ മോശമായ അനുഭവങ്ങൾ, ആ ജയിലിലൊക്കെ ആക്കപ്പെടുന്ന, ആ ജയിലിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് വലിയ നഷ്ടങ്ങള്, മാനസികമായ പീഡനങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴായിട്ട് ഇപ്പോ
പലപ്പോഴും കൂട്ടായ്മയിൽ എത്തിയിട്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ കുടിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും കുടിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ എത്തിയിട്ടും പല ആളുകൾക്കും വീണ്ടും വീണ്ടും അവർ കുടിയിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടങ്ങളെ, കുടിയുടെ ഓരോ കാലഘട്ടങ്ങളെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സ്വന്തം ഇച്ഛ എന്ന് പറയുന്നത് നടക്കില്ല. നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അധിക കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. എത്ര മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഇനി ഞാനാകെ നശിച്ച കുടിയില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് രോഗത്തിന്റെ ഏറ്റവും പ്രധാനമായ പ്രശ്നം. മദ്യാസക്ത രോഗം എന്ന് പറയുന്നത് മാറിപ്പോവില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗുമായി ബന്ധമില്ലാതിരിക്കുമ്പോ മറ്റാളുകളുടെ ഒപ്പം നമ്മൾ നടക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ കുടിയിലേക്ക് പോകുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. അല്ലെങ്കിൽ അയാൾ മീറ്റിങ്ങിന് വരാറില്ല. എന്താ സംഭവിക്കുക? നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഇച്ഛാശക്തി, എനിക്ക് മദ്യത്തെ നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ നിരന്തരമായിട്ട് ഒന്നാം പടി ഓർമ്മിക്കുക അല്ലെങ്കിൽ ഒന്നാം പടി ചെയ്യുക എന്ന് പറയുന്നതാണ് മീറ്റിംഗിൽ ഇരിക്കാനായിട്ട് സമയം കണ്ടെത്തുക. തിരക്കുകളൊക്കെ ഉണ്ടാകുമ്പോഴും എല്ലാ തിരക്കുകളുടെ ഇടയിലും നമുക്കറിയേണ്ട ഒരു കാര്യമുണ്ട്. ആ ഇച്ഛാശക്തി ഉപയോഗിച്ച് പണ്ട് നിർത്തായിരുന്നു. എത്രയെത്ര മോശം അനുഭവങ്ങൾ അവസാന സമയങ്ങളില് നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകളെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മളാണ് അനുഭവിച്ചത്. എനിക്ക് ആ വേദന ഇന്നും ആലോചിക്കാം. ഓരോ കുടി കഴിഞ്ഞിട്ടുണ്ടായ വേദനകള്, അപമാനം, ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റാണ്ട്, നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ഓരോ സമയത്ത് ദുബായില് ആ കുടിയൊക്കെ നിർത്തുന്ന കാലത്തും അത് തന്നെയാണ് അവസ്ഥ. അപ്പൊ ഇച്ഛാശക്തി ഉപയോഗിച്ച് കുടി നിർത്താമായിരുന്ന സമയത്തിന് ശേഷവും പിന്നീടും വളരെ വർഷക്കാലം മദ്യപിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് ബോധ്യമാവുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടായ്മയിലെത്തിയിട്ട് മദ്യത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ആളുകൾക്കും ആ രീതിയിൽ ഇത് പറ്റുന്നില്ല. നമ്മൾ ഭാഗ്യത്തിന് എങ്ങനെയോ എത്തിപ്പെട്ടതാണ് എന്ന ബോധ്യം, നന്ദിയോടുകൂടി ഇരിക്കാൻ ആ ഒന്നാം പടി എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണെന്നും മറന്നു പോകാതിരിക്കാനായിട്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസുമായിട്ടുള്ള നിരന്തര ബന്ധം വേണം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ കഴിഞ്ഞ കാലത്തിന്റെ കാര്യങ്ങൾ, കുടിച്ചിരുന്ന കാലങ്ങളുടെ അനുഭവങ്ങളെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും എന്നുള്ളതാണ്. അപ്പോ ആരെങ്കിലും ഈ അപകട മേഖലയിൽ എത്തിയോ എന്ന സംശയം വരികയാണെങ്കിൽ അയാൾ ഒരു വർഷത്തേക്ക് മദ്യപാനം തീരെ ഉപേക്ഷിക്കാൻ ശ്രമിക്കട്ടെ. സംശയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തേക്ക് ആ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്താൻ വേണ്ടി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഗുരുതരമായ അവസ്ഥയിൽ, മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിന്റെ ഗുരുതരമായ അവസ്ഥയിൽ എത്തിയിട്ടുള്ള യഥാർത്ഥ മദ്യപാനാസക്തനാണെങ്കിൽ വിജയ സാധ്യത വളരെ വിരളമാണ്. പല ബിഞ്ച് ഡ്രിങ്കർ ആയിരുന്ന ആ കാലം, അവസാന കാലത്ത് മാത്രമാണ് ഞാനൊക്കെ മദ്യത്തിലേക്ക് നിരന്തരമായിട്ട് മദ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയത്. തുടക്കകാലത്തൊക്കെ ഇങ്ങനെ മാസങ്ങളോളം കുടി നിർത്താറുണ്ട്. ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ അനുഭവത്തിന്റെ ഇതിലിങ്ങനെ കുറെ കാലത്തേക്ക് കുടിക്കാതിരിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, എങ്ങനെയാണ് മദ്യം കടന്നു വന്നത് എന്ന് എനിക്കറിയില്ല. ഇപ്പോ നമ്മുടെ കൂട്ടായ്മയിൽ എത്തിയിട്ട് റിലാപ്സ് ആവുന്ന ആളുകളും, ഇത് റിലാപ്സ് പ്രിവെൻഷൻ പ്രോഗ്രാമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയും. വീണ്ടും പുനഃപതനത്തിലേക്ക് പോകാതിരിക്കാനായിക്കൊണ്ട് ചില നടപടികൾ എടുക്കുകയാണ് നമ്മളിവിടെ. നമുക്ക് മദ്യാസക്തി പ്രശ്നമാണ് എന്ന ബോധ്യമുള്ളായിരിക്കുമ്പോൾ വീണ്ടും മദ്യാസക്തിയിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് ഇവിടെ പടികളിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള. പടികൾ എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കുമ്പോഴും വളരെ ലളിതമാണ് എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണം പലപ്പോഴും ഈ പടികൾ ചെയ്യുന്നതിന്റെ വിമുഖത ഉണ്ടാവുന്നതിന്റെ കാരണം നമ്മിലേക്ക് ഒരു അന്വേഷണം നടത്താൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. ഓരോ ആളുകൾക്കും പുനഃപതനം ഉണ്ടാകുമ്പോൾ അവരവരുടെ വീട് വൃത്തിയാക്കിയിട്ടില്ല എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറയാറുണ്ട്. ഇതിന് കാരണം എന്താ? കുറെ വർഷത്തേക്ക് ഒരു മദ്യപാനാസക്തനാണെങ്കിൽ കുറെ കാലത്തേക്കൊക്കെ അയാൾക്ക് മദ്യപാനം നിർത്താനൊക്കെ പറ്റും. പക്ഷേ അയാളുടെ അടിത്തട്ടിൽ അയാൾ പൂർണ്ണമായിട്ടും മദ്യാസക്തനാണ് എന്ന് സമ്മതിക്കുകയും ഈ രോഗവിമുക്തിയിലേക്കായിട്ട് ഈ പരിഹാര മാർഗത്തിന്റെ തുടർ പ്രക്രിയകൾ നടന്നു പോകണം. ഈ തുടർ പ്രക്രിയകൾ അറിയാതെ നടന്നു പോകണം. ചില സമയങ്ങളിൽ ചില ആളുകൾക്ക് അറിയാതെ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കുടി മാറ്റി വെക്കാൻ പറ്റുന്നത്. യഥാർത്ഥ അമിത മദ്യപാന രോഗിക്ക് അത് സാധ്യമല്ല എന്നതാണ് നമ്മുടെ അനുഭവങ്ങൾ. ഗുരുതരാവസ്ഥയിൽ എത്തിയിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ വീണ്ടും വീണ്ടും മദ്യത്തിലേക്ക് പോകും. പലപ്പോഴും അതിന് പറയുന്ന കാരണങ്ങൾ എന്താ?
എന്തുകൊണ്ടാണ് കുടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല. എനിക്കും അറിയില്ലായിരുന്നു ആദ്യകാലത്ത്. പിന്നീട് 4ാമത്തെ പടിയിലൊക്കെ എത്തിയിട്ട് മനസ്സിലാകുന്നുണ്ട് ഒരു കാര്യം ഉണ്ടായെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് കുടിക്കില്ല. അയാൾക്ക് മാത്രമേ അത് കണ്ടെത്താൻ പറ്റുള്ളൂ. പുറത്തു നിന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായിരിക്കും അതിന്റെ കാര്യം? നമ്മൾ കാണുന്ന കാര്യമല്ല, അയാൾ കണ്ടെത്തണം. ആ വ്യക്തി കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾക്ക് കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഗുരുതരാവസ്ഥയിലെത്തിയ ഒരു യഥാർത്ഥ അമിത മദ്യപാന രോഗിയാണെങ്കിൽ അങ്ങനെ കുടി നിർത്തി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുക എന്നത് വിരളമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, കൂട്ടായ്മയായിട്ടുള്ള ബന്ധമൊക്കെ നിർത്തുന്ന അനുസരിച്ച് പതുക്കെ വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കും, ജോലിയും നമ്മൾ തിരക്കിൽപ്പെട്ട് മരിക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും പഴമക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്. ആ തിരക്കുകൾ ഇങ്ങ് വരികയാണ്, ജോലിയൊക്കെ കിട്ടി ബാക്കി കാര്യങ്ങളൊക്കെ ആകുമ്പോ വേണ്ട എന്ന തോന്നലൊക്കെ സ്വാഭാവികമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അത് ഈ മരണം വരെ ഈ രോഗമുണ്ട് എന്ന ആ ഒരു കാര്യം, അതാണ് 1ാം പടിയുടെ ഏറ്റവും പ്രധാനമായിട്ട് കിടക്കുന്നത്. 1ാം പടി എന്ന് പറയുന്നത് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഉറപ്പിക്കേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ആ വിജയ സാധ്യത 1 വർഷത്തേക്കൊക്കെ നിർത്തി കഴിഞ്ഞാലും വീണ്ടും മദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ഞങ്ങളുടെ മദ്യപാനത്തിന്റെ ആരംഭകാലങ്ങളിൽ ചിലപ്പോഴൊക്കെ 1 വർഷക്കാലത്തേക്ക് ഞങ്ങൾ കുടി നിർത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, പല രീതിയിൽ നമ്മൾ കുടി പല സമയങ്ങളിലായിട്ട് പല സാഹചര്യങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മക്കളുടെ കല്യാണമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലോ നിർത്തിയ ആളുകളുടെ കഥകൾ കേൾക്കാറുണ്ട്. കുറെ കാലത്തേക്കൊക്കെ കുടി മാറ്റി വെക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, ലിവറിന് വളരെ മോശമായ ഒരു അവസ്ഥയാണെന്ന് ഡോക്ടർ പറയുമ്പോൾ SGOPT മറ്റതൊക്കെ കൂടുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കുടി നിർത്തും. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് അറിയില്ല, വെറും വഷളായ കുടിയന്മാരായിട്ട് മാറുക ചെയ്യുന്നത്. അതും എന്ന് നമ്മൾ നിർത്തിയോടത്ത് എത്തുക എന്നുള്ള, വളരെ പെട്ടെന്ന് നിർത്തിയോടത്ത് എത്തും. എപ്പോഴൊക്കെ നിയന്ത്രിച്ച് കുടിക്കാനായ ശ്രമം നടത്തുന്നുണ്ടോ ആ നിർത്തിയ കുടിയിലേക്ക് വീണ്ടും എത്തും എന്നുള്ളതാണ്. വളരെ മോശമായ കുടിയാണ് പിന്നീട് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ദീർഘകാലത്തേക്ക് കുടി നിർത്താൻ കഴിയുന്ന ആളാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ശരിയായ മദ്യപാനാസക്തനാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. കുറെ കാലത്തേക്കൊക്കെ കുടി നിർത്തുന്നുണ്ട് എന്നതിനർത്ഥം മദ്യാസക്തനല്ല എന്നുള്ളതാണ്. പറ്റിയ അവസരവും സാഹചര്യവും വന്നാൽ മദ്യം അവിടെ കയറി പ്രവർത്തിക്കുന്നു പറയുന്നത്. അപ്പൊ യഥാർത്ഥ പ്രശ്നം എന്താ? മദ്യമല്ല നമ്മളുടെ പ്രശ്നം എന്ന കണ്ടെത്തലാണ് പടിയിൽ നടക്കുന്നത്. 1ാമത്തെ പടിയും അത് തന്നെയാണ്. ഇത്തരം അനുഭവങ്ങൾ എന്താ? ദീർഘകാലത്തേക്കൊക്കെ കുറെ ആൾക്കാർ കുടി നിർത്തുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് ഇല്ലാണ്ട് കുടി നിർത്തിയ ആളുകളുടെ അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. എക്ക് ഇതിന്റെ മൊത്തം ഞങ്ങളാണ് ഇതിന്റെ അവകാശം എന്ന വാദമൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇല്ല എന്ന് പറയാറുണ്ട്. കുറെ കാലത്തേക്കൊക്കെ കുടി നിർത്താൻ പറ്റും ആളുകൾക്ക്. അവരുടേതായ മാർഗങ്ങളോ മറ്റ് പ്രാർത്ഥന, ധ്യാനം തുടങ്ങിയ ആ രീതിയിലൊക്കെ പോയിട്ട് കുടി നിർത്തുന്ന ആളൊക്കെ ഉണ്ട്. പക്ഷെ യഥാർത്ഥ മദ്യപാന രോഗിയാണെങ്കിൽ അയാള് വീണ്ടും മദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് അനുഭവങ്ങൾ കാണിക്കുന്നത് എന്നുള്ളതാണ്. കുറെ കാലത്തേക്ക് നിർത്തിക്കഴിഞ്ഞാലും വീണ്ടും ഉണ്ടാവുന്ന കുടി, അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാധാന്യം കിടക്കുന്നത്. ആ കുടി നിർത്തുക എന്നതല്ല, മറിച്ച് നിർത്തിയ കുടി വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചില മാർഗങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ പുസ്തകത്തിലെ വിഷയം ഗ്രഹിച്ചവരിൽ ചിലർക്ക് 1 വർഷത്തേക്കോ മറ്റോ കുടി നിർത്താൻ കഴിഞ്ഞേക്കാം. ചിലര് പറയാറുണ്ട്, ഞാൻ മീറ്റിങ്ങിനൊന്നും പങ്കെടുക്കാറില്ല, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചർ ഒക്കെ വായിച്ചും കൊണ്ടാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇതിൽ നമ്മളോട് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിലെ കാര്യം മദ്യാസക്തി രോഗമാണ്, അത് മാരകമായ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഇത്തരം അനുഭവങ്ങളുണ്ട്, മദ്യാസക്തിയുടെ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും വീണ്ടും ഒരു കുടി ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങള്, നമുക്ക് ഇവിടെ അറിവില്ലായ്മയല്ലല്ലോ, നമ്മുടെ ശരീരത്തിനാണ് ദോഷം എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. ഓരോ കുടിയും നമുക്കുണ്ടാക്കിയ അപമാനവും നമുക്കറിയാം. നമ്മുടെ മീറ്റിങ്ങുകളിൽ വന്നിട്ട് പുനഃപതനം സംഭവിക്കുന്ന ആളുകളും ആരും ആഗ്രഹിച്ചു കുടിക്കുന്നില്ല. ഒരാളും ആഗ്രഹിച്ചു കുടിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പറ്റാത്തത് കൊണ്ടാണ്. ആരും ആഗ്രഹിക്കുന്നില്ല. വീണ്ടും എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ പുസ്തകത്തിലെ കാര്യം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചർ വായിച്ചത് കൊണ്ട് കുറെ കാലത്തേക്ക് ചിലപ്പോ കുടി നിർത്താൻ പറ്റും എന്നൊക്കെ വിചാരിക്കുകയാണ്. പക്ഷേ പലപ്പോഴും നിങ്ങൾ നിർത്താൻ തീരുമാനമെടുത്ത അന്ന് തന്നെ കുടിച്ച് ഉന്മത്തനാകും. ബാക്കി മിക്ക പേരും ചില ആഴ്ചകൾ, ഇതൊക്കെ അന്നത്തെ ആ കാലത്തെ അനുഭവങ്ങളാണ്. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, 1ാമത്തെ പടിയൊക്കെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഈ 1ാമത്തെ പടി ഉറച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ 1ാമത്തെ പടി ഇതിനു മുന്നേയും
നമുക്ക് അറിയാം ദീർഘകാലത്തേക്ക് കുടി നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ വീണ്ടും അന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിവുണ്ടായിട്ടും വീണ്ടും കുടിക്കാനുള്ള കാരണം എന്താണ്? ആ കണ്ടെത്തൽ എന്താണ്? ഈ പ്രോഗ്രാമുമായിട്ട് അടുക്കാനും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബാക്കി പടികളിലൂടെ നമ്മൾ കടന്നു പോകാൻ തുടങ്ങും. കുടിക്കുന്ന കാലത്ത് ചെയ്ത പ്രവർത്തികളെ മാറ്റി വെച്ചുകൊണ്ട് പുതിയൊരു ജീവിത രീതിയാണ്. ഇവിടെ ഒരു റീപ്ലേസ്മെന്റ് നടക്കുകയാണ്. മീറ്റിങ്ങുകളിൽ ഗ്രൂപ്പ് തെറാപ്പിയാണ്. പരസ്പരം നമ്മൾ സുഖപ്പെടുത്തുന്ന രീതിയിലാണ് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമുക്കവിടെ രോഗവിമുക്തിക്കായിട്ട് സഹായകരമായിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്. നേരെ മറിച്ച് ഈ ബുക്ക് വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നാമത്തെ പടി അങ്ങ് അംഗീകരിക്കുന്നു, മദ്യത്തിന് മുന്നേ ശക്തിഹീനാണ്, സമ്മതിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനു മുന്നേ മദ്യം എത്ര സത്യങ്ങൾ നമ്മൾ ഇട്ടതാണ്. ഇനി കുടിക്കില്ല, നമ്മുടെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായി. വീണ്ടും എന്തുകൊണ്ടാണ് നമ്മൾ കുടിയിലേക്ക് പോയത്? നമുക്ക് മനഃപൂർവ്വം നമ്മളാരും കുടിക്കണം എന്ന് ആഗ്രഹിച്ച് കുടിച്ചതല്ല. പല പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള കുഴപ്പം നമുക്കുണ്ട് എന്ന കണ്ടെത്തൽ തന്നെയാണ് ഒന്നാം പടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പടിയില് ആ ജീവിതം അനിയന്ത്രിതമായി പോയി. മദ്യം നിരവധി തവണ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നമുക്കുണ്ടായ മോശം അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കുകയാണ്. പക്ഷെ കുടി നിർത്തിയ ആ കാലഘട്ടം ഉണ്ട്. ആ കുടി നിർത്തിയ കാലഘട്ടത്തിലെ നമ്മുടെ പ്രവർത്തികൾ, അവിടെയാണ് ആ വീട് വൃത്തിയാക്കലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. വീണ്ടും വീണ്ടും കുടിയിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് പുനഃപതനം ഉണ്ടാവുന്നത് എന്ന പരിശോധന, ആ പരിശോധന കൃത്യമായിട്ട് നമ്മളിലേക്ക് നടത്തുന്ന ആത്മപരിശോധന എന്നത് വളരെ കൃത്യമായിട്ട് നടത്തുന്നവർക്ക് മാത്രമേ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കുടിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് നമുക്ക് വേണ്ടത്ര ശക്തി ഉണ്ടായിരുന്നില്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, അതുകൊണ്ടാണ് നമ്മൾ കുടിച്ചു പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ കുടി നിർത്താനായിട്ട് നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചർ മാത്രം വായിച്ചുകൊണ്ട് കുടി നിർത്താൻ എന്നുള്ള ആർക്കെങ്കിലും വിചാരമുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് നമ്മളോട് ഒരു ഓർമ്മപ്പെടുത്തൽ പറയാണ്. ആ തീരുമാനമെടുത്ത അന്നോ അല്ലെങ്കിൽ അതിന് ഒരാഴ്ചക്ക് ശേഷമോ കുടിച്ച അനുഭവങ്ങളാണ് ബിഗ് ബുക്കിലുള്ളത്. ഓരോ വരികളും ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ചരിത്രമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് പ്രാവർത്തികമാക്കാനാണ്. ആ കാര്യങ്ങളെ കുറിച്ച് ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ ആ ബോധ്യത്തെ നമ്മൾ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് മറവിയുള്ള ആളുകളാണ് എന്ന ബോധ്യം. ഒന്നാം പടിയുടെ ഭാഗമായിട്ട് ഈ വരികളൊക്കെ വരുമ്പോൾ എന്റെ ജീവിതത്തിലുണ്ടായ അനിയന്ത്രിതമായ അവസ്ഥ, മദ്യാസക്തി എന്ന രോഗത്തെ കുറിച്ച് എനിക്കറിയാം. എത്ര മോശമായ അനുഭവം ഉണ്ടായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഞാൻ കൊടുത്ത മനുഷ്യനായിട്ട് മാറി. ഇനി ഒരിക്കലും ആ നശിച്ച കുടി ഉണ്ടാവില്ല എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഈ ഫേസ്ബുക്കിലെ പോസ്റ്റുകളൊക്കെ എന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാൻ പണ്ട് എഴുതിയിട്ടുള്ള ആ നല്ല കോട്ടുകളൊക്കെ കിട്ടും. ഗൂഗിളിൽ തെരഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിന്റെ പോസിറ്റീവ് വൈബൊക്കെ വരുന്ന അതേപോലെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് തോന്നും, വായിക്കുന്ന സമയത്ത് എപ്പം അങ്ങോട്ട് കയറി നാളെ മുതൽ ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. എത്ര നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ രോഗം എന്ന് പറയുന്നത്, ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് അനുഭവങ്ങളാൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളുടെ അതേ മാനസികാവസ്ഥയുള്ള ആളുകളാണ്. അതാണ് നമ്മുടെ ഒരു വേദഗ്രന്ഥമായിട്ട്, അല്ലെങ്കിൽ ഇതിലെ ഓരോ വാക്കുകളും നമുക്കൊരു വേദഗ്രന്ഥത്തെ പോലെ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥത്തെ നമ്മൾ പരിഗണിക്കാൻ തയ്യാറാകുമ്പോൾ എന്താണ് നമ്മുടെ പ്രോഗ്രാമിന്റെ മഹത്വം എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവുന്നതാണ്. ആ അനുഭവങ്ങളിലൂടെ ഓരോ അനുഭവങ്ങളെയും ആ പാകപ്പെടുത്തിയെടുത്തിട്ടാണ് ബിഗ് ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കുറെ കാലത്തേക്ക് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്ക് വായിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ മദ്യത്തിന്റെ മുന്നിൽ ശക്തിഹീനാണ്, എനിക്കെല്ലാം ബോധ്യമായി എന്ന കാര്യം ഇത് ഉറപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതിന് പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന നമ്മളുടെ തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കലാണ് ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ പടി നമ്മൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ പടിയിലേക്ക് കടക്കുമ്പോൾ ബാക്കി പടികളിലൂടെ കടന്നു പോവുകയല്ലാതെ നമുക്ക് നല്ല ഒരു ജീവിതം സാധ്യമാകില്ല എന്ന് ഓരോ വ്യക്തികൾക്കും കണ്ടെത്താൻ പറ്റുന്നിടത്താണ് പ്രോഗ്രാമിന്റെ പ്രവർത്തനമുള്ളത് എന്നുള്ളതാണ്. അതിന്റെ വിജയ സാധ്യതയും അതിന്റെ അളവുകോലുകളും അവരവർക്ക് തന്നെയാണ് അളക്കാൻ പറ്റൂ. വേറൊരാൾക്കും അതിന്റെ പുരോഗതി വിലയിരുത്താനൊന്നും പറ്റില്ല. പലരും പറയാറുണ്ട് അയാൾ കുടി നിർത്തിയിട്ട്, അതൊന്നും പ്രോഗ്രാമിന്റെ ഭാഗമല്ല. ഓരോ വ്യക്തിയും കുടി നിർത്തി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അയാൾക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ടോ, അത് അയാളാണ് പരിശോധിക്കേണ്ടത്. വേറൊരാൾക്കും വേറൊരാളുടെ കാര്യവും പറയാൻ വേണ്ടി ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ സാമാന്യ നിലയിൽ കുടി നിയന്ത്രിക്കാൻ സാധിക്കാത്തവരുടെ പ്രശ്നം കുടി അപ്പാടെ നിർത്തുന്നത് എങ്ങനെ എന്നുള്ളതാണ്.
ഇവിടെ സാധാരണ നിലയിൽ കുടി നിയന്ത്രിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ പ്രശ്നം എന്താ? കുടി ഒറ്റയടിക്ക് നിർത്തുന്നത് എങ്ങനെ എന്നുള്ള കാര്യമാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാളെ ഞാൻ നിർത്തും എന്ന തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുക. നമുക്ക് ആ നാളെ എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു പോകും. ഒരു തരത്തിലും നമുക്ക് ആ കുടിയെ മാറ്റി വെക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇത് വായിക്കുന്ന അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് താല്പര്യമുള്ള ആള് കുടി നിർത്താൻ ആഗ്രഹമുള്ളവനാണെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഊഹിക്കുകയാണ്. കുടി നിർത്തണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ആത്മീയമായ അടിത്തറയിൽ കൂടിയല്ലാതെ കുടി നിർത്താൻ സാധിക്കുമോ എന്നുള്ളത് കുടിക്കണമോ വേണ്ടയോ എന്ന വിവേചന ബോധത്തിന് വേണ്ട ഇച്ഛാശക്തി അയാൾക്ക് എത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരാള് കുടി നിർത്തണം എന്ന ആഗ്രഹമായിട്ട് അയാൾ വിചാരിക്കുകയാണ് എനിക്ക് എന്റെ ഇച്ഛാശക്തി കൊണ്ട് കുടി നിർത്താൻ പറ്റുമെന്ന തീരുമാനമാണോ, അതോ ആത്മീയമായ അടിത്തറയിൽ കൂടിയല്ലാതെ കുടി നിർത്താൻ സാധിക്കുമോ എന്നുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് ആത്മീയമായ അടിത്തറയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മദ്യാസക്ത രോഗത്തെ കുറിച്ച് ഇവിടെ കണ്ടു. മദ്യാസക്തി എന്ന് പറയുന്നത് നമുക്ക് ശാരീരികമായിട്ടുള്ള അലർജി ഉണ്ടാക്കുന്ന രോഗമാണ്. അത് ആ 100-ല് 20 പേർക്ക് വരുന്ന ഒരു അസുഖമാണ് എന്ന് നമുക്കറിയാം. അത് മാനസികമായ വിധേയത്വം മദ്യം ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യങ്ങളാണ് നമ്മൾ 1-ാം പടിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം ആത്മീയമായ നമ്മുടെ പാപ്പരത്വമാണ് എന്നുള്ള അറിവാണ്. ആത്മീയമായ പാപ്പരത്വം എന്ന് പറയുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് കൃത്യമായിട്ട് അവനവനെ തിരിച്ചറിയുന്ന ഒരു ആത്മീയതയെ കുറിച്ചാണ് പറയുന്നത്. ആത്മം അവനവനെ കുറിച്ചാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് 100% ആത്മീയമായ അടിത്തറയിലാണ്. അവിടെ മറ്റുള്ളവരോടുള്ള പരിഗണനയാണ്. അവനവന്റെ ഉള്ളിലേക്ക് അപരത്വത്തെ കൊണ്ടുവരുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. അതല്ലാതെ പ്രാർത്ഥനയോ ധ്യാനമോ ആയിട്ടിരിക്കലോ അല്ലെങ്കിൽ അമ്പലങ്ങളോ അല്ല മറ്റ് ആരാധനാലയങ്ങളിലോ അതിലൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തികളോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മതപരമായ പ്രവർത്തികളോ അല്ല ആത്മീയത. ഇവിടുത്തെ ആത്മീയത എന്ന് പറയുന്നത് എന്താ? മറ്റുള്ള ആളുകളെ പരിഗണിക്കുക, നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയതയെ കുറിച്ചാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. ലോകത്തിലെ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു ആത്മീയത, പ്രപഞ്ചത്തിന്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് നമ്മളെ കാണാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു ആത്മീയതയാണ്. നമ്മൾ എത്ര നിസ്സാരനാണ് എന്ന ബോധ്യം. ഇപ്പൊ പുതിയതായിട്ട് ജെയിംസ് വെബ് ലോകത്തിന്റെ ചിത്രം പുറത്തുവിട്ടിരുന്നു. ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ ഒരു പൊട്ടിന്റെ അത്ര പോലും ഇല്ല. ഈ സൂര്യനും ഈ ബാക്കി ഗ്രഹങ്ങളും, നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്നത് എത്ര ചെറുതാണ്, ഒരു പൊട്ടിന്റെ അത്ര പോലും ഇല്ല. ഇതിൽ എത്ര നിസാരമാണ് ഭൂമി എന്ന് ആലോചിക്കണം. ആ ഭൂമിയിൽ എത്ര ചെറിയ അംശമായിരിക്കും മനുഷ്യര്. കോടാനുകോടി ഗ്രഹങ്ങളുണ്ട്. ആ വീക്ഷണകോണിൽ കാണാൻ പഠിപ്പിക്കുന്ന ഒരു ആത്മീയതയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. ആത്മീയമായ അടിത്തറയിലല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആരെങ്കിലും വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് ആത്മീയമായ അടിത്തറയൊന്നും വേണ്ട, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത വേണ്ട, ആത്മീയമായ അടിത്തറയിലൂടെ അല്ലാതെ ഈ കുടി നിർത്തണം എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ കുടിക്കണോ വേണ്ടയോ എന്ന വിവേചന ബോധം, നമുക്ക് കുടിക്കണമോ അതോ കുടിച്ച് മരിക്കണോ എന്ന ചിന്ത, അപ്പൊ ആ ഇച്ഛാശക്തി അത്രമാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. ആത്മീയമായ അടിത്തറയൊന്നും എനിക്ക് വേണ്ട എന്ന തീരുമാനമെടുക്കുകയാണെങ്കിൽ, മദ്യത്തിന് മുന്നിൽ പ്രശ്നക്കാരനാണ്, എനിക്ക് മദ്യം പ്രശ്നമാണ്, ഞാൻ കുടിക്കാതിരുന്നാ പോരെ എന്ന് കരുതുന്ന ആളുടെ ഇച്ഛാശക്തി പൂർണ്ണമായിട്ടും കുടിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമുണ്ട്. നമുക്ക് ചില സമയങ്ങളിലൊക്കെ ഉണ്ട് കുടിക്കാനും കുടിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തലേ ദിവസം ഉണ്ടായ മോശമായ അനുഭവങ്ങൾ, അലൂസിനേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിലും കുടിച്ചു കഴിഞ്ഞാലാണ് അലൂസിനേഷൻ മാറുക. കൈ ഇങ്ങനെ വിറക്കുണ്ടാവും, ഒരു പ്രവൃത്തി ഏർപ്പെടാൻ പറ്റില്ല. ഒരു ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിലും മദ്യം കഴിക്കേണ്ട അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഭക്ഷണം ഉള്ളിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി മദ്യം വേണം, എന്നാൽ മാത്രമേ കഴിക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥ ഉണ്ട്. ആ ഒരു അവസ്ഥയാണ് ആത്മീയമായ അടിത്തറ. അത് പറഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളാണ് നമ്മുടെ ആത്മീയമായ അടിത്തറയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം, അല്ലെങ്കിൽ അതാണ് നമുക്ക് മുന്നോട്ട് തരുന്ന തരുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ആത്മീയമായ അടിത്തറയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമോ അതല്ല എന്റെ ഇച്ഛാശക്തി കൊണ്ട് നിർത്താൻ പറ്റുമോ എന്നത് കുടിക്കണോ കുടിച്ചു മരിക്കണോ എന്നുള്ള രീതിയിലാണ് എന്ന് പറയുകയാണ്. അപ്പൊ ആ രീതിയിൽ വേണ്ട എന്ന് കരുതുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അത്രമാത്രം വിവേചന ശക്തി
നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെ ആശ്രയിച്ചിട്ടാണ് പലപ്പോഴും കയറി വരാൻ ഈ പുനഃപതനം സംഭവിക്കുന്ന ആളുകള് കയറി വരാത്തതിന്റെ കാരണം അതാണ്. വളരെ സ്വഭാവ ശുദ്ധി ഉള്ളവരാണ് എന്ന് ഞങ്ങൾ സ്വയം വിചാരിച്ചിരുന്നത്. അവിടെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര സ്വഭാവ ശുദ്ധിയുള്ളവരാണ്. എപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകളെയാണ് കുറ്റം പറയുക. ഞാനും അങ്ങനെയായിരുന്നു. എന്റെ കുടിക്ക് നിരവധി കാരണങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്റെ സാഹചര്യം, എന്റെ ഭാര്യ, എന്റെ ജോലിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങള്, ആ പ്രശ്നങ്ങള്, ഈ പ്രശ്നങ്ങള്, ഓരോ കാര്യങ്ങളാണ്. കാലാവസ്ഥ മാറുന്നത് തൊട്ടിട്ട് നമ്മള് ഭയങ്കര, ഞാൻ ആരെ ഉപദ്രവിച്ചിരുന്നില്ല. തുടക്കകാലത്തൊക്കെ പറയുമായിരുന്നു, ഞാൻ ഭാര്യനെ ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ എന്റെ മറ്റുള്ള ആൾക്കാരെ തെറി വിളിച്ചിട്ടില്ല, ഞാൻ കുടിച്ചു കഴിഞ്ഞാല് ഒരു മൂലയിൽ മിണ്ടാതെ കിടക്കുമായിരുന്നു എന്നൊക്കെ. പക്ഷെ എത്രത്തോളം ആയിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. ആ പറയുന്ന പരിശോധനയൊക്കെ, അടുത്ത സത്യസന്ധത എന്ന് പറയുന്ന വാക്കുകൾ, ഏറ്റവും പ്രധാന പ്രശ്നം എനിക്കുള്ളത് മറ്റുള്ളവരുടെ തെറ്റും കുറ്റമൊക്കെ കണ്ടെത്താൻ ഭയങ്കര ഉത്സാഹമാണ്. അത് പേര് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം ആയിക്കൊള്ളട്ടെ, എന്ത് പറഞ്ഞാലും മറ്റുള്ളവനിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അവൻ എന്താ ചെയ്യുന്നത്, ഇവരെന്താ ചെയ്യുന്നത്, അവരുടെ പ്രവൃത്തി എങ്ങനെയാ എന്നുള്ളതാണ്. എന്റെ സ്വന്തം കാര്യത്തെ കുറിച്ച് മാത്രം എനിക്കറിയില്ല. എന്നെ കുറിച്ച് നല്ലത് പറയുമ്പോൾ, എന്നെ കുറിച്ച് ഒരാൾ മോശം പറയുമ്പോൾ അയാളെ എങ്ങനെയാണ് തറ പറ്റിക്കുക എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. മറ്റുള്ള ആൾക്കാരുടെ കുറ്റങ്ങൾ കണ്ടെത്താനാണെങ്കിൽ ഭയങ്കര താല്പര്യമാണ്. അതിനാണെങ്കിൽ എന്നെ കൊണ്ട് വളരെ പെട്ടെന്ന് കഴിയുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്വഭാവ ശുദ്ധി ഉള്ളവരാണ് എന്ന് കരുതാനുള്ള കാരണം എന്താ അറിയോ? നമ്മുടെ ഉള്ളില് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു, പ്രോഗ്രാമിൽ എത്തിയ ശേഷം മനസ്സിലാക്കിയത്, എപ്പോഴും എന്റെ ഉള്ളില് എനിക്ക് ന്യായീകരണങ്ങളാ. എന്റെ പ്രവൃത്തിക്ക് കൃത്യമായ ന്യായീകരണങ്ങൾ ഞാൻ ഉണ്ടാക്കുകയാണ്. എല്ലാത്തിനും എനിക്ക് ന്യായമുണ്ട്. ഞാൻ എന്ന ചിന്തയാണ് ഏറ്റവും അടിസ്ഥാനം. അതില് ഒരു തൻകാര്യമാത്ര പ്രമത്തത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഏല്. ഞാൻ മാത്രം മതി എന്നുള്ളതാണ്. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം എന്നുള്ളതാണ്. തൻകാര്യമാത്ര പ്രമത്തത എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം മതി, മറ്റുള്ളവർക്ക് എന്തോ എന്നുള്ളതല്ല. ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ തെറ്റ് കണ്ടെത്താൻ പറ്റാത്തത്. അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ എത്തിയിട്ടാണ് ഈ ന്യായം പറയുന്നത്. ന്യായങ്ങൾ പലതും നിരത്താണ്ടാവും ഒരു തെറ്റ് ചെയ്യുമ്പോൾ. നമ്മുടേതായ ന്യായം, ഞാൻ അത് ഇന്ന കാരണം കൊണ്ടാട്ടോ. ഒരാള് ഒരു കാര്യം നിങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാനത് കുറച്ചുകൂടി പറഞ്ഞ കാര്യം തെറ്റാണെന്ന് പറയുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, അയ്യോ ഞാനത് ഇന്ന് പ്രിപ്പയർ ചെയ്ത് കുറച്ച് മാറിപ്പോയി. ഇപ്പോഴും ന്യായമുണ്ടാവും ഒരു കാര്യം പറയുന്നതിന്. അത് മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ എനിക്ക് പ്രോഗ്രാമിൽ വന്നിട്ട് അറിഞ്ഞു. അപ്പൊ ഈ സ്വഭാവ ശുദ്ധി എന്ന് പറഞ്ഞാൽ പലപ്പോഴും പറയാൻ എന്താ, കുടിക്കാലത്ത് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. എന്നാൽ ദ്രോഹം എങ്ങനെയാണെന്നുള്ളത് എന്റെ സ്പോൺസർ പറയുണ്ടായി. കിട്ടുന്ന പൈസ 100 രൂപയാണ് ഉണ്ണിക്ക് കിട്ടുന്നത്. ആ 100 രൂപ ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ, ഞാൻ എന്റെ പൈസക്കല്ലേ കുടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ 100 രൂപ ഉണ്ണിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഉണ്ണിയുടെ മകള്, ഉണ്ണിയുടെ ഭാര്യ, ഉണ്ണിയുടെ അമ്മ, ഇവരാണ് ഉണ്ണിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ 100 രൂപ എന്ന് പറയുന്നത് 4 പങ്കാന്ന് പറഞ്ഞു. ആ 100 രൂപയ്ക്ക് ഈ ദ്രോഹം ചെയ്തിട്ടില്ല, ഞാൻ അധ്വാനിച്ച പൈസക്കാ കുടിച്ചതെന്ന് പറയുമ്പോൾ 100 രൂപ 4 പങ്കാക്കി വെക്കുമ്പോ അതില് എത്ര രൂപ എനിക്ക് അവകാശപ്പെട്ടത്? ഞാൻ സമ്പാദിക്കുന്ന പൈസയുടെ 25 രൂപയാണ് അവകാശപ്പെട്ടുള്ളത്. ആ 25 രൂപയ്ക്കാണോ ഉണ്ണിയുടെ കാര്യങ്ങൾ നടത്തിയിരുന്നതെന്ന് വെച്ചു? തീർച്ചയായിട്ടും അല്ല. ആ ഒരു കണക്ക് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ കണ്ടെത്തിയ എന്റെ ന്യായീകരണമാണ്. ആ ന്യായീകരണത്തെ അവിടെ തച്ചുടയ്ക്കാൻ വേണ്ടി നമ്മൾ വിചാരിക്കുന്ന വലിയ വളരെ സ്വഭാവ ശുദ്ധിയുള്ള ആളുകളാണ് എന്ന വിചാരം സ്വാഭാവികമായിട്ട് നമ്മുടെ രോഗത്തിന്റെ ഫലമാണ് അത് എന്നുള്ള തിരിച്ചറിവാണ്. സ്വയം സഹതാപത്തിന് പോകാനായിക്കൊണ്ടല്ല അത്. നേരെ മറിച്ച് എന്താണ് നമ്മളുടെ പ്രശ്നം എന്ന് കണ്ടെത്താൻ വേണ്ടി പ്രോഗ്രാം നമ്മളെ സഹായിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആളുകളെ ദ്രോഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ സ്വഭാവ ശുദ്ധി എവിടെയാണ് നിൽക്കുന്നത് എന്ന ആ അളവുകോൽ വെച്ച്, പറയുന്ന അളവുകോൽ വെച്ച് നമുക്ക് പരിശോധിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ആളുകളെ ദ്രോഹിച്ചിരുന്നു എന്ന് അറിയാൻ പറ്റുക. എന്റെ കുടി കൊണ്ട് ഞാൻ ആരെയും ചീത്ത വിളിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ പറയുന്ന ഒരു മാനദണ്ഡമുണ്ട് ഈ തെറ്റ് ചെയ്തതിനെ കുറിച്ച്. അത് പരിശോധിക്കുമ്പോഴേ അറിയൂ, എല്ലാവരും തെറി വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ട് മാത്രമല്ല ഉപദ്രവം കൊടുക്കുന്നത്. വേറെ പല വൈകാരികമായി ഉണ്ടാക്കുന്ന ഉപദ്രവം ഉണ്ട്. അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ രീതിയിൽ നമ്മളെ പരിശോധിക്കാൻ തയ്യാറാവണം. അപ്പോഴാണ് നമ്മുടെ സ്വഭാവ ശുദ്ധി എന്താണ് എന്ന് നമുക്ക് ബോധ്യമാവുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ എന്നേക്കുമായി കുടി നിർത്തണമെന്ന ആഗ്രഹവും ഞങ്ങൾക്കുണ്ടായിരുന്നു. നമ്മള് കുടി എന്ന് പറയുന്നത് എത്രത്തോളം മോശമായ അനുഭവമാണ് നമുക്ക് വരുത്തി വെക്കുന്നത് എന്നൊക്കെ അറിയാം.
കുടി നിർത്തണം എന്നേക്കുമായിട്ട് വളരെ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമില്ലാത്തവർ ആരാളുള്ളത്? കുടി നിർത്തണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്, പക്ഷെ നമുക്ക് പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ എന്നിട്ടും ഞങ്ങൾക്ക് അസാധ്യമാണെന്ന് അവിടെ കണ്ടു. അവിടെയാണ് പ്രോഗ്രാമിന്റെ ഏറ്റവും അടിത്തറ. അവിടെ ഏറ്റവും മനസ്സിലാക്കുന്നത് നമുക്കത് സാധ്യമായിരുന്നില്ല, നമുക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നേക്കുമായിട്ട് ഈ നശിച്ച കുടിയിൽ നിന്ന് മോചനം നേടണമെന്ന ആഗ്രഹമുണ്ടായിട്ടും നമുക്ക് അസാധ്യമാണ് എന്ന് കാണുകയാണ്. നമ്മുടെ പഴയ അനുഭവങ്ങൾ നമ്മളെ കാണിച്ചു തരാം. അത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് അസാധ്യമാകുന്ന കാര്യം അത് എന്തുകൊണ്ടാണ് അങ്ങനെ അസാധ്യമായി പോകുന്നത്? എവിടെയാണ് പ്രോഗ്രാം കിടക്കുന്നത്? മദ്യപാനാസക്തിയുടെ സംഭ്രമിപ്പിക്കുന്ന ഒരു പ്രത്യേകതയായിട്ടാണ് അതിനെ ഞങ്ങൾ കണക്കാക്കുന്നത്. നമ്മൾ കുടി നിർത്തണമെന്ന വലിയ അത്യഗാധമായ ആഗ്രഹം ഉണ്ടായിട്ടും ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന പ്രതിജ്ഞകൾ എടുത്തിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ വന്ന് നമ്മളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗം എല്ലാവർക്കും ഒരേപോലെ അല്ല എന്ന് നമ്മളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 40,000 പേരെ ചികിത്സിച്ച ഡോക്ടറാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മദ്യാസക്തി എന്ന് പറയുന്ന രോഗം അതിഭീകരമായ അവസ്ഥയാണ് പലർക്കും ഉണ്ടാക്കുന്നത്. ഒരു കാര്യം 2.5 മണിക്കൂർ നേരം ഒരാളുമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹം രാവിലെ വീണ്ടും സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്വയം സഹതാപത്തിലേക്ക് പോകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും അദ്ദേഹം ചിന്തിക്കുന്നത് ആത്മഹത്യയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കഴിഞ്ഞു പോയ ജീവിതത്തിലെ ഉയർച്ചകളെ കുറിച്ചുമുള്ള കമ്പാരിസണിലേക്ക് ഒരു മനുഷ്യൻ പോവുകയാണ്. 1-2 തവണയല്ല. എനിക്ക് അവിടെ ഞാൻ നന്ദിയുള്ളവനായിരിക്കുകയാണ്. ആ പ്രോഗ്രാമിന് എന്തോ ഭാഗ്യത്തിന് ഞാൻ കൂട്ടായ്മയിലേക്ക് കയറി വന്നു. എന്ത് ബുദ്ധിമുട്ടാണ് പല ആളുകൾക്കും കയറി വരാനായിട്ട്. വീണ്ടും വീണ്ടും അവർക്ക് ലഹരിയുടെ ആ നീരാളിപ്പിടുത്തത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രോഗത്തിന്റെ ഭീകരത, മദ്യപാനാസക്തി എന്ന് പറയും നമ്മൾ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടു എന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത് എന്ന് പറയാറുണ്ട്. ഈ രോഗം എന്ന് പറയുന്നത് പല രീതിയിലാണ് പലരുടെ തലച്ചോറിനെ ബാധിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒരേപോലെ പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വരികയാണ്. നമ്മുടെ രോഗം മദ്യപാനാസക്തിയുടെ സംഭ്രമിപ്പിക്കുന്ന ഒരു പ്രത്യേകതയാണത്. ഒരേപോലെയല്ല മനുഷ്യരെല്ലാവരും, പല രീതിയിലാണ്. അപ്പോ ഇതിനെ ആ രീതിയിൽ നമ്മൾ കണക്കാക്കണം എന്ന് പറയുകയാണ്. ആവശ്യമോ ആഗ്രഹമോ എത്ര മഹത്തരമായാലും കുടി നിർത്താനുള്ള ദയനീയമായ പ്രാപ്തിയില്ലായ്മയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ രോഗത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്താ? നമുക്ക് ഏതൊക്കെ ആവശ്യമുണ്ടായിട്ടും കാര്യമില്ല. എന്റെ ജീവിതം മരിക്കാൻ ഞാൻ പോവുകയാണ്, അല്ലെങ്കിൽ നാളെ ഉണ്ടാകുന്ന ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, എനിക്കൊരു ജോലി നഷ്ടപ്പെടും, എന്തൊക്കെ ബോധ്യമുണ്ടായി കഴിഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും കുടിയിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണ്? ആവശ്യം എത്ര മഹത്തരമായ ആവശ്യം ആയിക്കൊള്ളട്ടെ, കുടി നിർത്തുന്നതിനുള്ള ദയനീയമായ പ്രാപ്തി അത് ഓരോ മദ്യാസക്തരും ഉണ്ട്. ചില ആളുകളുടെ അളവുകോലുകൾ മാറിയിരിക്കുന്നത് കൊണ്ടാണ് കൂട്ടായ്മയിൽ എത്തിയിട്ട് വീണ്ടും വീണ്ടും പുനഃപതനത്തിലേക്ക് പോകുന്നത്. അത് കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വരുത്തി വെക്കാൻ പോകുന്ന നാശം എന്ന് പറയുന്ന അതിഭീകരമായിരിക്കുന്നുള്ളതാണ്. എത്ര മഹത്തരമായ ആഗ്രഹം ഉണ്ടായിട്ടും, നമുക്ക് എത്ര ആവശ്യമുണ്ടായിട്ടും, നമ്മൾ നാളെ മരിക്കും എന്ന ആ ബോധ്യമുണ്ടായിട്ടും കാര്യമില്ല. കുടി നിർത്തുന്നതിനുള്ള ദയനീയമായ പ്രാപ്തിയില്ലായ്മ ഓരോ മദ്യാസക്തനും ഉണ്ട് എന്ന് ഉറപ്പിക്കല് ഈ പ്രോഗ്രാമിലേക്ക് വരാൻ, നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് കടക്കാൻ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളിലേക്ക് കൂടെ കടന്നു പോകാൻ, ജീവിതത്തിൽ ഇതിനെ പ്രാവർത്തികമാക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പിനായിട്ട് പറയുന്ന വരികളാണ് ഒന്നാമത്തെ പടിയുടെ ഭാഗം. എന്നേക്കുമായിട്ട് കുടി നിർത്തണമെന്ന ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. നമ്മൾ ആ പഴയ കാലത്തേക്ക് നോക്കുമ്പോൾ അത് നമുക്ക് അസാധ്യമാണെന്ന് നമ്മൾ കാണുന്നു. നമ്മുടെ രോഗത്തിന്റെ സംഭ്രമിക്കുന്ന പ്രത്യേകതയായിട്ട് പറയുന്നു. അപ്പോ അതാ പറയുന്ന ആവശ്യമോ ആഗ്രഹമോ എത്ര മഹത്തരമായാലും കുടി നിർത്താനുള്ള ദയനീയമായ പ്രാപ്തിയില്ലായ്മയാണ് നമ്മുടെ രോഗത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ പ്രോഗ്രാം പ്രവർത്തിക്കുകയാണ്. നമുക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്നറിയുമ്പോൾ, നമ്മുടെ രോഗം അത്ര ഭീകരമാണ് എന്ന ബോധ്യം നമുക്കുണ്ടായാൽ, അത് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് നിരന്തരമായിട്ട് മീറ്റിംഗിൽ കയറാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കും. നമ്മുടെ 24 മണിക്കൂറിനെ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്താൻ പറ്റും. ആ മീറ്റിംഗിൽ കയറി ഇരിക്കാൻ, ലിറ്ററേച്ചറുകൾ വായിക്കാൻ, മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ. കാരണം ജീവിതത്തിന്റെ നമ്മൾ പ്രിഫറൻസ് എങ്ങനെ കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. നമുക്ക് ആവശ്യം കുടിക്കണ സമയത്ത് നമ്മൾ ഏത് സാഹചര്യവും അതിനു വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗും എയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എങ്ങനെ സമയം കൊടുക്കുന്നു എന്നതാണ് ഈ രോഗത്തിനെ ചെറുക്കാനായിട്ട് നമ്മുടെ മുന്നിൽ. അവിടെയാണ് ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാം കൂടിയാണ്. ഈ പറയുന്ന ലിറ്ററേച്ചറുകളിലെ ഓരോ വരികളാണെങ്കിലും
അതിനെ നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ രോഗവിമുക്തി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഞങ്ങളെപ്പോലെയുള്ളവരാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ എങ്ങനെയാണ് വായനക്കാരെ സഹായിക്കാൻ സാധിക്കുക? കുറച്ചുനാൾ കുടിക്കാതിരിക്കുക എന്ന പരീക്ഷണം സഹായകരമായിരിക്കുമെങ്കിലും അവശന്മാരായ മദ്യപാനാസക്തരെയും വൈദ്യശാസ്ത്ര വിഭാഗക്കാരെയും കുറെ കൂടി മെച്ചമായ രീതിയിൽ സഹായിക്കാൻ മറ്റൊരു തരത്തിൽ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് അല്ലെങ്കിൽ മദ്യപാനാസക്തനാണോ എന്ന തീരുമാനം കുറെ കാലത്തേക്ക് കുടി നിർത്താൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി നമ്മളോട് തുടക്കത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരു യഥാർത്ഥ മദ്യാസക്തനാണെങ്കിൽ വീണ്ടും ആ കുടിയിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മദ്യപാനത്തിലേക്ക് വീണ്ടും വഴുതി വീഴുന്നതിന് മുമ്പായി മദ്യാസക്തരിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥകളെ പറ്റി ഞങ്ങൾ വിവരിക്കാം. എന്തുകൊണ്ടെന്നാൽ പ്രകടമായും പ്രശ്നത്തിന്റെ കാതൽ ഇത് തന്നെയാണ്. ഇവിടെയാണ് ഈ ആൽക്കഹോളിസം എന്ന് പറയുന്ന രോഗത്തില് അല്ലെങ്കിൽ ഈ വൈദ്യശാസ്ത്ര വിഭാഗത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളോട് അതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുകയാണ്. എന്താണ്? മദ്യപാനത്തിലേക്ക് വീണ്ടും വഴുതി വീഴുന്നതിന് മുമ്പായി മദ്യാസക്തനിൽ ഉണ്ടാകുന്ന മാനസിക അവസ്ഥകളെ കുറിച്ച്. അതാണ് നമ്മുടെ പുനഃപതനത്തിലേക്ക് നമ്മളെ നയിക്കാതിരിക്കാനായിട്ട് ഏയുടെ പ്രോഗ്രാമിൽ എത്തിയാലും നമുക്ക് ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് അങ്ങനെ സിമ്പിൾ ആയിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് തുടർച്ചയായി നടക്കേണ്ട ഒന്നാണ്. മദ്യത്തിന്റെ മുന്നിൽ ശക്തിഹീനനാണ്, നമ്മുടെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് പറയുമ്പോൾ മദ്യാസക്തി രോഗമാണ് എന്ന് അറിയുന്ന കൂട്ടായ്മയിൽ എത്തിയിട്ട് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ മദ്യം എന്തായാലും ഗുണം ചെയ്യില്ല എന്ന് അറിയാത്ത ആരുമല്ല നമ്മുടെ കൂട്ടായ്മയിൽ എത്തുന്ന എല്ലാവരും. ആ ദയനീയമായ പ്രാപ്തിയില്ലായ്മയാണ്. അതിന്റെ കാരണം എന്താണ് എന്ന യഥാർത്ഥ ഒരു കാരണമുണ്ട്. നമ്മൾ പറയുന്ന ന്യായങ്ങളൊന്നുമല്ല. അവിടെയാണ് ഈ ഒന്നാമത്തെ പടിയുടെ ഏറ്റവും കാതലായിട്ടുള്ള ഘടകം കിടക്കുകയാണ്. ആ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ മാനസികാവസ്ഥ വീണ്ടും ഒരു പുനഃപതനം ഉണ്ടായിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉറപ്പിക്കേണ്ടത് ഓരോ വ്യക്തിയും അവനവന്റേതായ രീതിയിൽ കണ്ടെത്തേണ്ട മാർഗങ്ങളെ കുറിച്ചാണ് ഇനി ഇവിടെ പറയാൻ പോവുകയാണ്. എന്താണ് വീണ്ടും വീണ്ടും മദ്യത്തിലേക്ക് പോകുന്ന ആ മാനസികാവസ്ഥ? അതിന് കാരണം എന്താന്ന് പറയുന്നത്, ആ മാനസികമായ ഒഴിയാബാധയായിട്ട് മദ്യം എങ്ങനെയാണ് നമ്മളെ മാറ്റുന്നത് എന്നുള്ളത്. ഇവിടെ ദാരുണമായ ആദ്യത്തെ കുടി പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു മദ്യാസക്തനിൽ മുറ്റി നിൽക്കുന്ന ചിന്താഗതികൾ ഏതെല്ലാം തരത്തിൽപ്പെട്ടതായിരിക്കും? ആ ആദ്യത്തെ കുടി ദാരുണമായത് നമ്മളെപ്പോഴും പറയാറുണ്ട്. അവസാനത്തെ പെഗ് എന്ന് പറയുന്നിടത്ത് നമ്മുടെ പ്രോഗ്രാം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യത്തെ കുടിയാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. ആ ആദ്യത്തെ കുടി വരാൻ കാരണം എന്താ? മദ്യം കൊണ്ട് എന്തായാലും ഗുണമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ആദ്യത്തെ കുടി വരാൻ വേണ്ടി മദ്യാസക്തനിൽ ഒരു ചിന്താഗതികൾ വരുന്നുണ്ട്. അതെന്താന്നുള്ളതാണ്. ഇപ്പൊ ഭാര്യ വിവാഹമോചനം നേടാൻ ഒരുമ്പിട്ടിരിക്കുന്ന സമയത്തോ കടത്തിൽ മുങ്ങാൻ പോകുമ്പോഴോ അയാളുടെ സ്നേഹിതന്മാർ വീണ്ടും അയാൾ മദ്യഷാപ്പ് നോക്കി നേരെ നടന്നു കയറുന്നത് കാണുമ്പോൾ അമ്പരന്ന് പോകുന്നു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്? എന്തിനെ കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത്? അത് പുറത്തു നിൽക്കുന്ന ആളുകൾ, ഇപ്പൊ എയിൽ തന്നെ നമ്മൾ പലപ്പോഴും ഈ പുനഃപതനം സംഭവിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോ നമ്മള് പ്രോഗ്രാമിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് വേറൊരാളെ കാണുമ്പോൾ ഈ രീതിയിലൊക്കെ ചിന്തകൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പുറത്തുള്ള ആൾക്കാര് പറയുന്നതും ആ രീതിയിലാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, ഒരു മദ്യാസക്തി എന്ന് പറയുന്ന രോഗം പിടിച്ച ഒരാൾക്ക് പലപ്പോഴും പറയാറുണ്ട് അയാളുടെ ജീവിതത്തിന്റെ അവസ്ഥ കൊണ്ടാണ് അയാൾ വീണ്ടും കുടിക്കുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് ഇപ്പോ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ വീണ്ടും വീണ്ടും അയാൾ കുടിയിലേക്ക് പോകും എന്ന് പറയാറുണ്ട്. അത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ആ പ്രശ്നമല്ല അതിന്റെ കാരണം. അയാളുടെ മാനസികമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവില്ലായ്മയാണ്. അല്ലാണ്ട് ഭാര്യ വിവാഹമോചനം നേടാൻ ഒരുമ്പിട്ടിരിക്കുന്ന സമയത്ത് കുടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ കൂടിയുള്ളൂ. ഇനി ഉണ്ടാവുന്ന കുടി ഞാൻ വീട്ടിലേക്ക് പോകുമെന്ന് ഭാര്യ പറയുമ്പോ വീണ്ടും കുടിക്കാൻ പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായ ഒരു അവസ്ഥയാണ്. അതേപോലെ കടം, ചുറ്റും കടം നിറഞ്ഞിരിക്കുകയാണ്. ആ കടത്തിൽ നിന്ന് മോചനം നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. ആ സമയത്ത് കുടിക്കാൻ പോകുമ്പോൾ ആളുകൾ എന്താ പറയുക? അവന്റെ അവസ്ഥ കണ്ടോ, അപ്പൊ അവന്റെ ഭാര്യ അവനോട് പറഞ്ഞതാണ്, ആ പെണ്ണ് എത്ര സഹിച്ചു, ഈ രീതിയിലാ പറയുക. നമ്മൾ തന്നെ പറയാറില്ലേ, നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ കുടിക്കാൻ പോകുമ്പോൾ ആ പെണ്ണ് ഇനിയും അവന്റെ ഒപ്പം നിൽക്കില്ല, അല്ലെങ്കിൽ അവന്റെ അവസ്ഥ, ഈ അവസ്ഥകളെ കുറിച്ചൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്. നമ്മള് പ്രോഗ്രാമിലെത്തി കുടിക്കാതെ നിൽക്കുന്ന സമയത്ത് മറ്റാളുകളെ നമ്മൾ ആ രീതിയിൽ വിലയിരുത്താറുണ്ട്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഒരു പ്രാപ്തിയില്ലായ്മ അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ആ ആദ്യത്തെ കൂടി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്.
ഇത്രയൊക്കെ പ്രശ്നമാണ് കുടി എന്നും തന്റെ ജീവിതത്തിൽ ഇനി കുടിക്കാൻ പോകുമ്പോ അത്രയധികം കടം ചുറ്റും നിൽക്കുമ്പോ വീണ്ടും കടത്തിലേക്കും പ്രശ്നങ്ങളിലേക്കുമാണ് പോകുന്നത് അയാൾക്കറിയാം. ഈ കടം ഉണ്ടാവുന്നതിന്റെ കാരണം അല്ലെങ്കിൽ ഭാര്യ വിവാഹമോചനത്തിലേക്ക് എത്തുന്നതിന്റെ കാരണവും കൂടിയായിരുന്നു. പിന്നെ വീണ്ടും എന്തുകൊണ്ടാണ് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അയാൾ പോകുന്നത്? അവിടെ അതിനു വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ആ ഉദാഹരണം എന്ന് പറയുന്നത് ജിം എന്ന് വിളിക്കുന്ന ഒരു സുഹൃത്തിന്റെ കഥയാണ് പറയുന്നത്. ആ ജിം എന്ന് പറയുന്ന സുഹൃത്തിന് സുന്ദരിയായ ഭാര്യയും ഒരു കുടുംബവും ഉണ്ട്. നല്ല വരവുള്ള ഒരു വാഹന ഏജൻസി അയാൾക്ക് കുടുംബ വഴിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ലോകമഹായുദ്ധത്തിൽ മഹത്തായ സേവനം അനുഷ്ഠിച്ച ആളാണ് ജിമ്മ. നല്ല ഒരു വിൽപ്പനക്കാരനാണ്, പേരുകേട്ട ഒരു വിൽപ്പനക്കാരനാണ് അയാള്. പലപ്പോഴും വളരെ പെട്ടെന്ന് ശോഭിക്കുന്ന ഒരു സ്വഭാവം, വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം വെച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ബുദ്ധിമാനും സാധാരണ പ്രകൃതക്കാരനുമാണ്. അയാള് തന്റെ 35-ാമത്തെ വയസ്സ് വരെ മദ്യം കഴിച്ചിട്ടേ ഇല്ല. ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ കുടിച്ചുന്മത്തനായാൽ വളരെ അക്രമാസക്ത നിലയിലെത്തുകയും രക്ഷാകേന്ദ്രങ്ങളിൽ അടക്കേണ്ട നില വരെ അയാൾ എത്തുകയും ചെയ്തു. അപ്പോ 35-ാമത്തെ വയസ്സ് വരെ കഴിക്കാതിരുന്ന് വീണ്ടും മദ്യപാനം അയാൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കൊണ്ട് തന്നെ അയാൾ എന്തായി, വളരെ കുടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളെ ഒക്കെ ആക്രമിക്കുന്ന ആ ഒരു മോശം സ്ഥിതിയിലേക്ക് ജിം എന്ന് പറയുന്ന ആ സുഹൃത്ത് എത്തിച്ചേരുകയാണ്. അധികകാലം അയാൾ മദ്യപിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത് അധികകാലം മദ്യപിക്കണം എന്ന ആഗ്രഹമോ ചെറുപ്പത്തിൽ മദ്യം ആരംഭിക്കണമെന്നില്ല. വളരെ മനോഹരമായിട്ട് ജീവിതം കൊണ്ടുപോകുന്ന ആളാണ്. സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയുണ്ട് അയാൾക്ക്, നല്ല കുടുംബമുണ്ട്, അയാൾക്ക് നല്ല വരുമാനമുണ്ട്. 35-ാമത്തെ വയസ്സിലാണ് അയാള് മദ്യം ആരംഭിക്കുന്നത്. പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞ് ആ തുടക്കകാലത്ത് തന്നെ അയാളെ അക്രമാസക്തനായിട്ടുള്ള നിലയിൽ റീഹാബുകളിൽ അടയ്ക്കപ്പെടേണ്ട നിലയിൽ അയാളെ എത്തി. അങ്ങനെ രക്ഷാകേന്ദ്രത്തിൽ നിന്ന് പുറത്തു വന്ന അയാൾ ആൽക്കഹോളിക്സ് അനോണിമസുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ട് വരികയാണ്. അന്നത്തെ ഉണ്ടായിരുന്ന ഏഴ് പഴമക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഒരു പരിഹാരമുണ്ട്, അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മതി എന്ന് അറിഞ്ഞിട്ട് ജിമ്മ് 7 അംഗങ്ങളെ സമീപിക്കുകയാണ്. അപ്പോ അവിടെ നമ്മള് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 12-ാം പടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അന്നത്തെ പഴമക്കാര് മദ്യാസക്തിയെ പറ്റി, എന്താണ് മദ്യാസക്തി എന്ന് പറയുന്ന രോഗം, അത് ശാരീരികമായിട്ടുള്ള ഒരു അലർജിയും മാനസികമായ ഒഴിയാബാധ ഉണ്ടാക്കുന്നു, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്ന ആ അനുഭവവും ശക്തിയും പ്രതീക്ഷയും ഒക്കെ അദ്ദേഹത്തിനോട് പറയുന്നു. ഞങ്ങൾ എങ്ങനെയാണ് ഈ രോഗത്തിൽ നിന്ന് മോചനം നേടിയത് എന്ന് അദ്ദേഹത്തിനോട് അവർ പറയാണ്. അപ്പോ അദ്ദേഹവും മീറ്റിങ്ങിന് വരാൻ വേണ്ടി തയ്യാറായത് മീറ്റിങ്ങിന് വരുന്നു. അങ്ങനെ അയാളുടെ കുടുംബം വീണ്ടും അയാളുടെ വിട്ടുപോയ അയാളുടെ കുടി കാരണം, അയാളുടെ അക്രമാസക്തി അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി കാരണം വിട്ടുപോയ അയാളുടെ കുടുംബം തിരിച്ചു വന്നു. വീണ്ടും അയാള് ഒരു നല്ല കച്ചവടക്കാരനാണെന്ന് നമ്മളോട് നേരത്തെ കണ്ടു. അപ്പൊ കുടി നിർത്തുന്നതനുസരിച്ച് ഭൗതികമായിട്ട് അയാളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകളൊക്കെ ഉണ്ടായി. അയാൾ മദ്യപിച്ച് നഷ്ടപ്പെടുത്തിയ പഴയ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യാനും തുടങ്ങി. അയാള് ആ മദ്യപിച്ച് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സെയിൽസ് റെപ്പായിട്ട് വർക്ക് ചെയ്യുന്ന അതേ സ്ഥാപനത്തിലേക്ക് തന്നെ ജോലിക്ക് പോകാനും അയാൾ തുടങ്ങി. അപ്പൊ കുറച്ചു കാലത്തേക്ക് സംഗതികളൊക്കെ നന്നായി പോയിക്കൊണ്ടിരുന്നെങ്കിലും അയാൾ തന്റെ ആത്മീയ ചിന്താഗതികൾ വിശാലമാക്കാൻ ഒരുമിട്ടില്ല. എവിടെയാണ് പറയുന്നത് ആത്മീയമായ ചിന്താഗതികളുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയില് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മദ്യപിക്കാതിരുന്നു, മീറ്റിങ്ങുകൾ കയറുന്നു, കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് ബോധ്യമായി എന്ന ആ ഒരു ബോധ്യത്തോടു കൂടി ജിമ്മ് സഞ്ചരിക്കുകയാണ്. പക്ഷേ ഇവിടെ മദ്യമല്ല യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വില്ലൻ എന്ന കണ്ടെത്തലാണ് ഇവിടെ പടികൾ നമുക്ക് നടത്തി തരുന്നത്. അപ്പൊ അങ്ങനെ ആ പ്രശ്നത്തെ കണ്ടെത്തിയിട്ട് ആത്മീയമായ ജീവിതത്തെ, ആ ഒരു ആത്മീയമായ ജീവിതത്തിലൂടെ മാത്രമാണ് അത്യാസക്തനായ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ചിന്താഗതികൾ വിശാലമാക്കാൻ വേണ്ടിയിട്ട് അയാളെ ഒരുമ്പിട്ടില്ല എന്ന് പറയുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മീറ്റിംഗിൽ വരുന്നുണ്ട്, അയാളുടെ അനുഭവങ്ങൾ അയാൾ പറയുന്നുണ്ട്, അയാൾ കുടിക്കാതിരിക്കുന്നുണ്ട്, ജോലിയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഭാര്യയൊക്കെ തിരിച്ചു വന്നു, ഇനി വലിയ കുഴപ്പമൊന്നും എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയാണ്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് എന്താണ്? ആത്മീയമായ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം, 12 പടികളിലൂടെ പോകുന്ന ഒരു ജീവിതമാണ് മദ്യാസക്തനോട് പറയുന്നത്. അങ്ങനെ ആവുമ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റൂ. അല്ലാണ്ട് മീറ്റിങ്ങിന് കയറിയത് കൊണ്ടോ അല്ലെങ്കിൽ മീറ്റിങ്ങിന് നിരന്തരമായി പങ്കെടുക്കുന്നുണ്ട്, ഞാൻ എന്റെ കുടുംബത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയലല്ല പ്രോഗ്രാം എന്ന് പറയുന്നത്. യഥാർത്ഥത്തില് ഈ കുടി ഉണ്ടാവാനുള്ള ആ ദാരുണമായ ആദ്യത്തെ കുടി, അത് വരാനുള്ള കാര്യം എന്താണ് എന്ന ഉറപ്പിക്കല്, ആ പടികൾ വീണ്ടും ആ പടികളിലേക്ക് നമ്മൾ ഇറങ്ങി വരാൻ പറ്റാതെ, പടികളിലേക്ക് ഇറങ്ങി വരലാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ രാവിലെ മുതൽ എഴുന്നേറ്റ് പ്രാർത്ഥനയും ധ്യാനവും നടത്തിക്കൊണ്ട് അമ്പലങ്ങളിലും പള്ളികളിലും മറ്റു കാര്യങ്ങളിലും കയറി ഇറങ്ങലല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയമായ ചിന്താഗതികള്
എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എ എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരെ പരിഗണിക്കുന്ന, മറ്റുള്ളവരുമായി എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമുക്ക് ആ സ്ഥലങ്ങളിലൊക്കെ ഒരു എക്കാരനായി നമ്മൾ പ്രവർത്തിക്കേണ്ടതിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ആ ജിം അതിന് തയ്യാറായില്ല. എന്താ ഉണ്ടായത്? അയാള് അടുത്ത കുടിയിലേക്ക് പ്രവേശിച്ചു. അയാൾ തുടരെ തുടരെ കുടിച്ച് ഉന്മത്തനായി. പിന്നെ മീറ്റിങ്ങുകൾക്ക് വരാണ്ടയായി. ഓരോ സന്ദർഭത്തിലും എന്താണ് സംഭവിച്ചത് എന്ന് വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ അയാളോടൊത്ത് പ്രവർത്തിച്ചു. അപ്പോ ആ സമയത്ത് നമ്മുടെ പഴമക്കാർ അദ്ദേഹത്തിന്റെ അടുത്ത് പുനഃപതനം സംഭവിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കുടി പറ്റിയത് എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് സാരമില്ല കേറി വായോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ മീറ്റിംഗിലേക്ക് എത്തിക്കാനുമുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അപ്പോ ഒരു യഥാർത്ഥ മദ്യാസക്തനാണെന്നും തന്റെ നില ഗുരുതരമാണെന്നും അയാൾ സമ്മതിച്ചു. ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന്റെ 35-ാമത്തെ വയസ്സിൽ ഉണ്ടായിട്ടുള്ള അനുഭവം മതി. ഞാനൊരു മദ്യാസക്തനാണെന്ന് ജിമ്മ് സമ്മതിച്ചിട്ടുണ്ട്. നില വളരെ ഗുരുതരമായിരുന്നു. ആ ഗുരുതരമായ നിലയിൽ നിന്നാണ് പിന്നീട് കുടി നിർത്തിയതിനു ശേഷമാണ് തനിക്ക് ഇത്തരം ഉന്നതിയൊക്കെ ഉണ്ടായത് എന്നൊക്കെ അയാൾക്ക് അറിയാം. ഇനി കുടിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും രക്ഷാകേന്ദ്രം അല്ലെങ്കിൽ റീഹാബുകളിലൊക്കെ അടയ്ക്കപ്പെടും, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത നിലയിലേക്കൊക്കെ മാറുമെന്നും ജിമ്മിന് അറിയാമായിരുന്നു. അതോടൊപ്പം അയാളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അയാളുടെ കുടുംബം, അയാളുടെ ഭാര്യ, ആ ഭാര്യയും കുട്ടികളും അല്ലെങ്കിൽ മറ്റുള്ള കുടുംബവും അയാൾക്ക് നഷ്ടപ്പെടുമെന്നറിയാം. പക്ഷെ അയാൾ വീണ്ടും കുടിച്ചു ഉന്മത്തനാവുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി വിവരിക്കാൻ അയാളോട് ഞങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ വീണ്ടും വീണ്ടുമുള്ള കുടി അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ ആ പഴമക്കാർ അദ്ദേഹത്തിനോട് പറയുകയാണ് എങ്ങനെയാണ്. അപ്പൊ അയാള് ആ കഥ അവരോട് പറയാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു അദ്ദേഹത്തിന്റെ മുന്നിൽ ശക്തിഹീനനാണ്, ജീവിത അനിയന്ത്രിതമായി പോയി എന്ന് സമ്മതിച്ച ആളാണ് ജിമ്മ്. മീറ്റിംഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജിമ്മിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ ജിമ്മ് പറയുന്ന കഥ എന്താണ്? ചൊവ്വാഴ്ച രാവിലെ ഞാൻ ജോലിക്ക് വന്നു. അപ്പൊ എന്റെ സ്വന്തമായിരുന്ന സ്ഥാപനത്തിലാണ് ഞാൻ ഒരു വിൽപ്പനക്കാരനാണെന്നത് എനിക്ക് പ്രയാസം ഉളവാക്കി. അയാള് അതുവരെ സ്വന്തമായിരുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിലാണ് അയാൾ ജോലിക്ക് വരുന്നത്. അപ്പോ അയാളുടെ കുടി കാരണമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നല്ല. നമ്മളെപ്പോഴും ആവശ്യപ്പെടലുകളാണല്ലോ നടത്തുക. നമുക്ക് പണ്ടുണ്ടായിരുന്ന, എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പണ്ടുണ്ടായിരുന്ന പണ്ടത്തെ നമ്മുടെ ജോലി നമ്മൾ ഏറ്റവും നന്നായി ചെയ്ത കാര്യങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യുക. നമ്മൾ മോശമായി ഏത് അവസ്ഥയിലേക്ക് എത്തി എന്നല്ല നമ്മൾ നോക്കുക. ജിമ്മിനും അതാണ്. ജിമ്മ് താൻ പണ്ടുണ്ടായിരുന്നതാണ് ഇപ്പൊ തന്റെ കയ്യിൽ നിന്ന് പോയത് തന്റെ കുടി കൊണ്ടാണ് അല്ലെങ്കിൽ തന്റെ പ്രശ്നം കൊണ്ടാണ് ഇതുണ്ടായത് എന്ന് ജിമ്മിന് കാണാൻ പറ്റില്ല. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളെ സഹായിക്കുന്നത്. ഈ പടികൾ നമ്മളെ സഹായിക്കുന്നത് അവിടെയാണ്. ഇപ്പൊ ജിമ്മ് ആ രീതിയിലല്ല. മീറ്റിംഗിൽ പോയിക്കൊണ്ട് കാര്യമില്ല. ജിമ്മ് പ്രവർത്തിക്കുകയും ജിമ്മിന്റെ മനോഭാവം മാറ്റാനായിട്ട് തയ്യാറാവാന്ന ഒരു മനോഭാവമല്ല ഉണ്ടായത്. അദ്ദേഹം മുതലാളിയോട് കുറച്ച് ഗൗരവത്തിൽ സംസാരിക്കേണ്ടി വരികയാണ്. ആ സംസാരിക്കേണ്ടി വരുന്നത് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സായിരുന്നില്ല ജിമ്മിന് ഉണ്ടായിരുന്നത്. അങ്ങനെ പലപ്പോഴും നമ്മൾ ജോലിക്കൊക്കെ വരുമ്പോ നമ്മുടെ മനോഭാവം നമ്മൾ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആളുകളുമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മളെ കുടിയിലേക്ക് എത്തിക്കുന്നുള്ളതിന്റെ ഉദാഹരണമാണ് ജിമ്മിന്റെ എന്നുള്ളതാണ്. അപ്പൊ രാവിലെ തന്നെ അദ്ദേഹം മുതലാളിയോട് വളരെ മോശമായിട്ട് അവിടെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിച്ചു. അപ്പൊ ഞാൻ ആരാ മോൻ എന്ന ഭാവമാണ് ഓരോ മദ്യാസക്തനും നിൽക്കുന്നത്. ജിമ്മിന്റെ ഉള്ളിൽ എന്റെ കമ്പനി ആയിരുന്നു. ഇവനും സ്വന്തമാക്കിയത്, എനിക്കിത് ഇങ്ങനെ പറ്റിയത് കൊണ്ടാണ് എന്നുള്ള ബോധ്യത്തിന് പകരം അയാളുടെ കുറ്റം കണ്ടുകൊണ്ടാണ് അയാളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ജിമ്മ് അവിടെ. അത് കഴിഞ്ഞ് അയാള് അടുത്ത കാറിന്റെ വിൽപ്പനയ്ക്കായിട്ട് ഒരാളെ കാണാനായിട്ട് അയാള് ഗ്രാമത്തിലേക്ക് വണ്ടിയും കൊണ്ട് പോവാണ്. അപ്പോ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ജിമ്മ് വന്നിട്ടുള്ളത്. അയാൾക്ക് വിശപ്പ് അനുഭവപ്പെട്ടത് കാരണം അവിടെ ഒരു ഹോട്ടലിലേക്ക് കയറുകയാണ്. ആ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മദ്യഷാപ്പോട് കൂടിയ ഒരു ഹോട്ടലിലേക്ക് കയറി അദ്ദേഹം. അപ്പോ അദ്ദേഹത്തിന് രാവിലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന ഹോട്ടൽ അദ്ദേഹത്തിന് കുടിക്കണം എന്നുള്ള കാര്യമൊന്നുമില്ല. കാരണം തലേ ദിവസം വരെ മീറ്റിങ്ങിന് പോയിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് ആ വണ്ടി അവിടെ ഇട്ട ശേഷം ആ ഹോട്ടലിലേക്ക് കയറി. കുടിക്കുന്ന ചിന്തയൊന്നുമില്ല. കാരണം ഞാൻ അയാളുടെ മീറ്റിങ്ങിന് പോകുന്ന ആളാണ് എന്നുള്ള ബോധ്യമൊക്കെ അയാൾക്കുണ്ട്. അപ്പൊ അവിടെ ഒരു റൊട്ടി കഴിക്കണം, അയാളുടെ വിശപ്പിന് ശമനം വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിമ്മ ഹോട്ടലിലേക്ക് കയറുന്നത്. ഒരു റൊട്ടി കഴിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അവിടെ കയറിയത്. അപ്പൊ റൊട്ടി കഴിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പോയിട്ട് ഓർഡർ ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേറൊരു ചിന്ത ഉണ്ടായിരുന്നു. അദ്ദേഹം പണ്ട് കാലത്തൊക്കെ ഈ ഹോട്ടലിൽ കയറുന്ന സമയത്ത്, കാരണം ഹൈവേയിലൊക്കെ ഉള്ള റെസ്റ്റോറന്റുകളെ സംബന്ധിച്ചോളം അവിടെ VIP കളായിട്ടുള്ള ആൾക്കാരെയും പല ആളുകളെയും കണ്ടുമുട്ടാൻ പറ്റും. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, കാറ് വിൽക്കുന്ന ആൾക്കാരാണ്.
അപ്പൊ ആരെങ്കിലും ഒക്കെ പറ്റിയ ആൾക്കാരെയൊക്കെ അവിടെ കണ്ടുകിട്ടും, കുറെ VIP കളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അദ്ദേഹത്തിന് കച്ചവടവും നടക്കുമെന്ന ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കുടിക്കാതിരിക്കുന്ന സമയത്തൊക്കെ അയാൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട്, കുടിക്കാതിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ കയറിയത്. അതുകൊണ്ട് അദ്ദേഹം അതിന് ന്യായം നമ്മുടെ പഴമക്കാരോട് പറയുകയാണത്. ഇപ്പോ മേശയ്ക്ക് അരികിൽ ഇരിക്കുന്ന ആ ഒരു മേശയുടെ അടിയിൽ ഇരുന്ന ശേഷം ഒരു പ്ലേറ്റ് റൊട്ടിക്കും ഒരു ഗ്ലാസ് പാലിനും അയാൾ ഓർഡർ കൊടുക്കുകയാണ്. അപ്പോ ആ ഓർഡർ കൊടുക്കുന്ന സമയത്തും അയാൾക്ക് കുടിക്കണം എന്ന വിചാരമില്ല. അത് കഴിക്കുന്നു, വീണ്ടും അയാൾ ഒരു പ്ലേറ്റ് റൊട്ടിക്കും ഒരു ഗ്ലാസ് പാലിനും കൂടി ഓർഡർ കൊടുക്കുകയാണ്. അപ്പൊ അതുവരെ അയാൾക്ക് കുടിക്കണം എന്നുള്ള വിചാരമില്ല. അയാൾ അതിന് പറയുന്ന ന്യായീകരണങ്ങളുണ്ട്. കാരണം പണ്ടും ഞാൻ കുടിക്കുന്ന സമയത്തും ഇവിടെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു സംഭവം, ആ ചിന്താകുഴപ്പം ഉണ്ടാക്കുന്നതിന് ശക്തമായിട്ടുള്ള അയാളുടെ ചിന്ത, രാവിലെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അവിടെ കിടപ്പുണ്ട്. അയാൾ വിചാരിക്കുകയാണ് ഈ പാലിന്റെ അകത്ത് ഒരു ഔൺസ് വിസ്കി ഒഴിച്ചാൽ വയറ് നിറഞ്ഞു. കാരണം ആദ്യം ഞാൻ റൊട്ടിയും പാലും കുടിച്ചു, രണ്ടാമത് വരുന്ന പാലാണ്. വയറ് നിറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അങ്ങനെയൊക്കെ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് പിന്നെ അധികം വലിയ കുഴപ്പമുണ്ടാവില്ല. പലരും പറയാറുണ്ട് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കഴിച്ചതാണെന്നൊക്കെ ഉള്ള കാര്യം പറയാറുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവം എന്നല്ലാതെ അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും പാലിനകത്ത് ഒരു ഔൺസ് വിസ്കി ഒഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന ആള് എന്ന നിലയ്ക്ക് എനിക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന ചിന്തയാണ് ജിമ്മിന് ഉണ്ടാവുന്നത്. അയാള് വിസ്കിക്ക് ഓർഡർ കൊടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യാണ്, വിസ്കിയിലേക്ക് പാൽ ഒഴിച്ചിട്ട് കുടിക്കുകയാണ്. അപ്പോ അയാൾക്ക് തോന്നി ഇത് ബുദ്ധിപരമായൊരു പ്രവൃത്തിയല്ല ചെയ്യുന്നത് എന്ന തോന്നലുണ്ടെങ്കിലും ഒഴിഞ്ഞ വയറ്റിലല്ലല്ലോ, ഞാൻ നല്ല നിറഞ്ഞ് ഇരിക്കുന്ന വയറിലാണ് ഈ വിസ്കി ഒഴിക്കുന്നത് എന്നുള്ള ചിന്ത ഒരു ആശ്വാസം. അപ്പൊ നമ്മുടെ ന്യായീകരണങ്ങളാണ്, നമ്മൾ കുറെ ന്യായീകരണം ഉണ്ടാക്കുമല്ലോ, അതേപോലെ ജിമ്മും ആ ന്യായീകരണം ഉണ്ടാക്കുകയാണ്. നല്ല നിറഞ്ഞിരിക്കുന്ന വയറാണ്, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ആശ്വാസം. അപ്പൊ ആ മദ്യം എന്ന് പറയുന്നതിന്റെ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അയാള് ആദ്യത്തെ ആ ഒരു പെഗ് എടുത്തപ്പോൾ അയാൾക്ക് വലിയ കുഴപ്പമില്ല, വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് എന്നുള്ള ചിന്ത കൊണ്ട് അത് പരീക്ഷണം നല്ല രസമായി. പിന്നെ നമുക്കറിയാലോ ആ ഒരു തുള്ളി മദ്യം നമ്മുടെ ചുണ്ടിനോട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു സംഭവം എന്താണെന്നുള്ളത്. അപ്പൊ അയാള് വലിയ സന്തോഷത്തിൽ അടുത്ത പെഗിനും കൂടി ഓർഡർ കൊടുത്തു. വലിയ ശല്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും മദ്യം കഴിച്ചു. പിന്നെ എത്രത്തോളം കുടിച്ചിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നിരന്തരമായ കുടിയിലേക്ക് അവിടെ പോയി. അങ്ങനെ രക്ഷാ കേന്ദ്രത്തിലേക്കുള്ള യാത്ര ജിം വീണ്ടും തുടങ്ങി. മദ്യപിച്ചിനെ തുടർന്നുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ യാതനകൾക്കുപരിയായി ശിക്ഷ ലഭിക്കുമെന്ന ഭീഷണിയും കുടുംബവും സ്വന്തം പദവിയും നഷ്ടപ്പെടുമെന്ന സ്ഥിതിയും ഉണ്ടായി. ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുടി, ഒരു പാലിനകത്ത് ഒരു ഔൺസ് വിസ്കി ഒഴിച്ച് നിറഞ്ഞിരിക്കുന്ന വയറിൽ കുടിക്കാം എന്ന ചിന്ത അയാളെ പിന്നീട് അയാൾക്ക് ശിക്ഷ ലഭിക്കും, വീണ്ടും കുടിച്ചു കഴിഞ്ഞാൽ അയാളുടെ പദവി വീണ്ടുമുള്ള അവസാന കാലത്ത് കിട്ടിയ ജോലിയാണ്, ആ ജോലി പോകും എന്നുള്ള കാര്യം ഉണ്ടായി. അപ്പോ മദ്യം കൊണ്ട് എല്ലാ തരത്തിലും അയാള് അനുഭവിക്കാൻ തുടങ്ങി. ജിമ്മ് മാത്രമാണ് അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നത്തിന് പുറമെ അയാളുടെ ജീവിതം വീണ്ടും ഒരു വട്ടം കയറി വന്നതാണ്. ഇനിയും താൻ പോകുന്നത് വലിയൊരു നാശത്തിലേക്കാണ് എന്ന ആ അവസ്ഥയിലേക്ക് ജിം എത്തിപ്പെടുകയാണ്. എല്ലാം കൊണ്ടും തകർച്ചയിലേക്ക് എത്തുകയാണ്. മദ്യം കൊണ്ട് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത മാനസിക യാതനകളും ശാരീരിക പ്രയാസങ്ങളൊക്കെ നമുക്ക് വിട്ടുകളയാം. മദ്യപൻ എന്ന നിലയിൽ അയാളെ കുറിച്ച് അയാൾക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. അയാൾക്ക് അറിയാം, അയാൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ പങ്കെടുത്ത ആളാണ്. മദ്യപാനം എന്ന് പറയുന്നത് തന്നെ കുഴപ്പത്തിലേക്കാണ്, തന്റെ സ്ഥാപനം വേറൊരാളുടെ കയ്യിൽ ആവാൻ തന്നെ കാരണം തന്റെ കുടിയായിരുന്നു എന്ന് അയാൾക്കറിയാം. എന്നിട്ടും പാലിൽ കലർത്തിയെങ്കിൽ തനിക്ക് വിസ്കി കുടിക്കാമെന്ന വിഡ്ഢിത്തം കലർന്ന വിചാരം മദ്യപിക്കാതിരിക്കുന്നതിന് വേണ്ടി അയാളുടെ മനസ്സിൽ നിന്ന് എല്ലാ വടംവലികളെയും തള്ളി നീക്കി എന്നുള്ളതാണ്. അവിടെ മദ്യപിക്കാതെ തന്റെ ജീവിതത്തിന്റെ മുൻ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് എവിടെയാണ് അയാളെ കബളിപ്പിച്ചത്? ആ മനസ്സിനെ, അയാളെ മനസ്സിനെ കബളിപ്പിച്ചത് എങ്ങനെയാ? വയറ് നിറഞ്ഞിരിക്കുമ്പോ കുറച്ച് വിസ്കി കുടിക്കാം എന്ന വിചാരം വരാൻ വേണ്ടിയിട്ട് ആ വിഡ്ഢിത്തം കലർന്ന അയാളുടെ ചിന്താ കുഴപ്പമുണ്ടാക്കുന്നവനും ശക്തനുമായ മദ്യം എന്ന് പറയാണ്. അയാൾ വിചാരിക്കുക എന്താ, പാലിൽ കലർത്തി കുടിച്ചു കഴിഞ്ഞാൽ വിസ്കി തനിക്ക് വലിയ കുഴപ്പമുണ്ടാക്കുന്നില്ല എന്ന ചിന്ത. ഇത്രയും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ദുരന്തങ്ങളെയും മറന്നുകൊണ്ടാണ് അയാൾ കുടിക്കുന്നത്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാര്യ പോകും, അയാള് ഇപ്പോ അവര് വന്നിരിക്കുന്നത് താൻ കുടി നിർത്തിയത് കൊണ്ടാണ് എന്നുള്ളതെല്ലാം മറക്കുകയാണ്. അപ്പോ അത് മദ്യപിക്കാതിരിക്കുന്നതിന് വേണ്ടി അയാളുടെ മനസ്സിൽ നടന്ന എല്ലാ വടംവലികളെയും, അയാൾക്കറിയാം മദ്യത്തിന്റെ മുന്നിൽ താൻ ശക്തിഹീനാണ് എന്ന ആ ബോധ്യത്തെയൊക്കെ തന്നെ തള്ളി നീക്കിക്കൊണ്ട് അയാളിലേക്ക് മദ്യം കടന്നു വന്നു എന്നുള്ളതാണ്. ഇതിന്റെ സംക്ഷിപ്തമായ നിർവചനം എന്തായാലും ഞങ്ങൾ ഇതിനെ ശരിക്കും ഭ്രാന്ത് എന്നേ പറയൂ.
ഇതിനെ പൊതുവെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതിനെ ഭ്രാന്ത് എന്നാണ് പറയുക. ബുദ്ധിയില്ലായ്മയും നേരായ മാർഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത അസന്തുലിതാവസ്ഥയും എന്താണ് വിളിക്കുക എന്ന് ചോദിക്കുകയാണ്. ഇത് ബുദ്ധിയില്ലായ്മയായിട്ടും നേരായ മാർഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത അസന്തുലിതാവസ്ഥയും ഒരു മദ്യാസക്തന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത്തരത്തിലേക്ക് ജിമ്മ് പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് പുറത്തുനിന്ന് കാണുമ്പോൾ എന്താണ് പറയുക? ഭ്രാന്തായിട്ടാണ് പറയുക. ഇതൊരു അതിര് കടന്ന സംഗതിയാണ് എന്ന് വിചാരിച്ചേക്കാം എന്ന് പറയുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ആൽക്കഹോളിക്സ് അനോണിമസിലെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് അസംഭവ്യമായ കാര്യമല്ല എന്ന് നമുക്കറിയാം. കാരണം ഈ മട്ടിലുള്ള ചിന്താഗതി നമ്മളിൽ ഓരോരുത്തരിലും സഹജ സ്വഭാവമായിട്ടുണ്ട്. നമ്മുടെ പഴയ അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് നിർത്തുന്ന സമയത്ത് ജിമ്മ് ചെയ്ത പോലെ പാലായിരിക്കില്ല എന്ന് മാത്രം. പല സാഹചര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. 2 എണ്ണം മാത്രം അടിക്കാം, അല്ലെങ്കിൽ ഇനി ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇപ്രാവശ്യം എനിക്ക് വല്ല ബോധമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ കുടിക്കും, നിയന്ത്രിച്ച് കുടിക്കാം എന്ന ചിന്ത. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനം ജിമ്മ് പറയുന്ന കഥയിലുണ്ട്. ഞാൻ മുതലാളിയുമായിട്ട് ഉടക്കുകയാണ്. ആ ഉടക്കാനുള്ള കാരണം എന്താ? ജിമ്മിന്റെ മനോനില, ജിമ്മിന്റെ ആത്മീയ അടിത്തറയിലുള്ള ജീവിതം ജിമ്മ് എടുത്തില്ല എന്നുള്ളതാണ്. ജിമ്മിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്തായിരുന്നു? തന്റെ കുടിയാണ് തന്നെ ഈ രീതിയിലേക്ക് എത്തിച്ചത് എന്ന് ജിമ്മിന് കാണാൻ പറ്റുന്നില്ല. ജിമ്മ് അവിടെ സാഹചര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തു. അവിടെ മുതലാളിയുമായിട്ട് ഉടക്കുണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ആത്മീയമായ അടിത്തറയുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ വരികയാണെങ്കിലും ആ പടികളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ വ്യവഹാരങ്ങളിലും തത്വങ്ങൾ പാലിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നാശനഷ്ടങ്ങളും ഒരു സുപ്രഭാതത്തിൽ ശരിയാവുന്ന ഒന്നല്ല എന്ന് വരുമ്പോൾ ആ സ്വയം സഹതാപത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ശക്തിയാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ്. അതിന് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. നമ്മുടെ പ്രവർത്തികളിൽ മാറ്റം വരുത്തണം. നമ്മളുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറയാറുണ്ട്. അത് ഓരോ പ്രവർത്തികളിലും വേണം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ പ്രവർത്തിച്ചത് കൊണ്ടോ മറ്റു കാര്യങ്ങളല്ല, മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റത്തില് ആ കാര്യങ്ങളെ വേറുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ 1-ാം പടി കിടക്കുന്നത് എന്നുള്ളതാണ്. എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥലത്തുള്ള നമ്മുടെ പ്രവർത്തികള്, ആ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചുള്ള ചിന്തകളൊക്കെ നമുക്ക് കടന്നു വരുമ്പോൾ ഇത് മദ്യം വരാനുള്ള കാരണമായി എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന കാര്യമൊക്കെ വരുന്നത്. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളുടെ അടിസ്ഥാനപരമായ സംഗതി എന്ന് പറയുകയാണ്. അപ്പൊ നമുക്കിതറിയാം. നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ ജീവിതത്തില് ഇത് അസംഭവമായ കാര്യമല്ല. നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള കാര്യവും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ഇത് നമ്മുടെ ഓരോരുത്തരെയും സഹജമായ സ്വഭാവമായിട്ടുണ്ട്. മദ്യത്തിന് കുറെ ന്യായങ്ങൾ നമ്മൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കുടിക്കാൻ, ജീവിതത്തിൽ ഉണ്ടാവുന്ന മറ്റു പല പ്രശ്നങ്ങളുടെയും കാരണം പറഞ്ഞുകൊണ്ട് കുടിക്കാൻ. അപ്പൊ ഈ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് പടികൾ ചെയ്യുന്നത്. നമ്മൾ തന്നെ പ്രവർത്തിക്കണം. എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമുണ്ട്. അവിടെ കാത്തിരിക്കാനായിക്കൊണ്ട് നമ്മളോട് പറയുന്നുണ്ട് എല്ലാത്തിനോടും ക്ഷമയോടുകൂടി ഇരിക്കാനായിട്ട്. ആ ശക്തി നമുക്ക് എങ്ങനെയാ ഉണ്ടാകുക? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ട് നമ്മൾ മാറും. അതാണ് നമ്മുടെ മീറ്റിംഗിൽ ആ പ്രതീക്ഷകൾ പറയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതിയിലൂടെ ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ശക്തി വരികയാണ്. ഒറ്റയ്ക്ക് സാധ്യമല്ലാതിരുന്നത് മറ്റുള്ള ആളുകളിലൂടെ, ഞങ്ങൾ എന്ന് പറയുന്നതിലൂടെ, നമ്മൾ എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഒരുമിച്ചാണ് ശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും ശക്തിഹീനരാണ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നമ്മുടെ ശക്തി, നമ്മുടെ ദുർബലതകളെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളെ ശക്തി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ മാത്രമായ ഒരു ആത്മീയമായ അടിസ്ഥാനത്തിലൂടെയുള്ള ജീവിതത്തിലൂടെയാണ് മദ്യപാനം എന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ആത്മീയ അടിസ്ഥാനത്തിലൂടെയല്ല നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ കയറിയിട്ടോ മറ്റു കാര്യങ്ങൾ ഉണ്ടായിട്ടോ കാര്യമില്ല എന്ന ജിമ്മിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. മദ്യം കുടിച്ചതിന് ശേഷമുള്ള അനന്തരഫലങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഞങ്ങളിൽ ഇതൊക്കെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം. ഈ ജിമ്മിന്റെ അതേ ചിന്താഗതി നമുക്കുണ്ടായിട്ടുണ്ട്. എന്താണ് എന്ന ബോധ്യം വന്നതിന് ശേഷവും കുടിച്ച ആളുകൾക്ക് അറിയാതെ. മദ്യം കുടിച്ചതിന് ശേഷം എന്താണ് നമുക്ക് ഉണ്ടാവാൻ പോകുക? നമ്മുടെ ജീവിതത്തിൽ മദ്യം കുടിച്ചിട്ട് ഇന്നേ വരെ നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, മോശമായ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. വീണ്ടും വീണ്ടും എങ്ങനെയാണ് നമ്മൾ മദ്യത്തിലേക്ക് പോകുന്നത്? ഇത് ജിമ്മിനുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങളുടെ എന്തിനേയും നീതീകരിക്കൽ എന്ന സ്വഭാവത്തിന് അനുയോജ്യമായ രസകരമായ ഒരു മാനസിക പ്രവണത കൂടി എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരു പ്രശ്നമാണ്. 1-ാമത്തെ പടിയിൽ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താ?
നമ്മുടെ എന്തിനേയും നീതീകരിക്കൽ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ജിമ്മ് ചെയ്ത പോലെ വയറ് നിറഞ്ഞിരിക്കുകയാണ്, പാലിന്റെ ഒപ്പം ഒരു ഔൺസ് വിസ്കി, അല്ലെങ്കിൽ ആ മുതലാളിയുമായിട്ടുള്ള പ്രശ്നം, ആ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അതവിടെ പൂർണ്ണമായിട്ട് വിടാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം. അവിടെയാണ് ആത്മീയത എന്ന് പറയുന്ന സാധനം പ്രവർത്തിക്കുന്നത്. അതല്ലാതെ രാവിലെ നടത്തുന്ന പ്രാർത്ഥനകളോ മതപുസ്തകങ്ങളുടെ വായനയോ അല്ല. ആ മുതലാളിയുമായിട്ടുള്ള പ്രവർത്തനത്തിൽ തൊട്ട് തുടങ്ങി ആത്മീയമായ പ്രവർത്തനം വരും. അല്ലെങ്കിൽ ഇത്തരം ഹോട്ടലിലേക്ക് ജിമ്മ് കയറാനുള്ള സാധ്യതകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ നീതീകരണം ഉണ്ടാക്കുകയാണ്. നമ്മൾ ഏതിനെയും നമ്മൾ നീതീകരിക്കുകയാണ്. നമ്മുടേതായ ന്യായങ്ങൾ നമുക്കുണ്ടാവും. അത് നമ്മുടെ മാനസികമായ നമ്മുടെ രോഗത്തിന്റെ പ്രത്യേകതയാണ്. ആ രീതിയിൽ നമ്മൾ എല്ലാ കാര്യത്തിനെയും നീതീകരിക്കാൻ, ഒരു ന്യായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മദ്യാസക്തി എന്ന് പറയുന്ന ആ രോഗം നമ്മളിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ മറികടക്കാനായിട്ട്, ആ നീതീകരിക്കുന്ന സ്വഭാവത്തെ മറികടക്കാനാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതം ഈ രീതിയിൽ അനിയന്ത്രിതമായി, മദ്യത്തിന്റെ മുന്നിൽ ആ നിയന്ത്രണം നഷ്ടപ്പെട്ടു, പലപ്പോഴായിട്ട് കുടി നിർത്തണമെന്ന ആഗ്രഹമുണ്ടായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതിന് കാരണം മദ്യപാനം എന്ന പ്രശ്നത്തെക്കാൾ ഉപരി ഈ മദ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നത് നമ്മുടെ ചിന്തകളെ കൃത്യമായും ശരിയായ ദിശയിലേക്കും കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമായിരുന്നില്ല എന്ന കണ്ടെത്തലാണ്. അപ്പോഴാണ് ആദ്യത്തെ കുടി കുടിക്കുന്നതിന് അനിവാര്യമായും ഏതെങ്കിലും ഭ്രാന്തിന് തുല്യമായ നിസ്സാരമായ ഒഴിവ് കഴിവ് പറയുക എന്നത്. ആദ്യത്തെ കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഭ്രാന്തിന് തുല്യമായ നമ്മൾ ആ ഒഴിവ് കഴിവുകൾ പറയുന്ന ആ സ്വഭാവം നമുക്ക് മാറ്റാനായിക്കൊണ്ട് നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്നാണ് പറയുന്നത്. അത് എന്താണ്? നമ്മുടെ ന്യായീകരണമായ സ്വഭാവമാണ്, ശക്തമായ ന്യായീകരണമായ സ്വഭാവം. ഞങ്ങളെ മദ്യം കഴിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. ഇവിടെയാണ് ഒന്നാമത്തെ പടി നമ്മൾ കിടക്കുകയാണ്. നമ്മളുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? നമ്മുടെ ന്യായീകരണ സ്വഭാവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനെ നമ്മൾ വിലയിരുത്തുന്ന രീതി തെറ്റാണ് എന്ന കണ്ടെത്തലാണ്. ബാക്കി പടികളിലൂടെ കടന്നു പോകണം. ആത്മീയമായ ആ ജീവിത രീതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കാനാണ് ഒന്നാമത്തെ പടിയിൽ നമുക്ക് കിടക്കുന്നത്. നമ്മുടെ ന്യായീകരണമായിട്ടുള്ള സ്വഭാവം നമുക്കുണ്ട്. ആ ന്യായീകരണ സ്വഭാവമാണ് മദ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നതും അതിന്റെ തുടർച്ചയാണ്. അവിടെയാണ് ആത്മീയമായ അടിത്തറയിലൂടെയുള്ള ജീവിതം ഉണ്ടാക്കിയാൽ മാത്രമാണ് മീറ്റിങ്ങിന് പോയിട്ട് കാര്യമില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒന്നാമത്തെ പടിയിൽ നിന്നാണ്. അപ്പൊ ബാക്കി പടികൾ കൂടി ഇതിനോട് തുടർന്ന് നമുക്ക് കടന്നു വരും എന്നുള്ളതാണ്. കുടിക്കുക എന്ന ഭ്രാന്തൻ ആശയം മാത്രമാണ് വിജയിക്കുന്നത് അവിടെ. പലപ്പോഴും വേറെ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ശക്തമായിട്ടുള്ള ആ മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ പിറ്റേ ദിവസം ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും എന്ന് എല്ലാ നേരായ്മയോടും ആത്മാർത്ഥയോടും കൂടി ഞങ്ങളോട് തന്നെ ചോദിക്കും. പലപ്പോഴായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്, കുടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ എങ്ങനെയാണ് ഞാൻ വീണ്ടും ആ കുടിയിലേക്ക് പോയത് എന്ന് അറിയില്ല, ഇത്രയൊക്കെ മോശമായ അനുഭവം എനിക്കുണ്ടായി, എങ്ങനെ ആ നശിച്ച കുടി എന്നുള്ളത് നമ്മൾ ചോദിക്കും. മറ്റ് പല അവസരങ്ങളില് ശരീരത്തിന്റെ പിരിമുറുക്കം കൊണ്ടോ ദേഷ്യം കൊണ്ടോ വ്യസനം കൊണ്ടോ അതേപോലെയുള്ള മറ്റ് കാരണങ്ങൾ കൊണ്ടോ ഞങ്ങൾ മനഃപൂർവ്വം കുടിച്ചുന്മത്തനാകുന്നതിന് തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന ന്യായീകരണ സ്വഭാവം നമുക്കുള്ളത് കൊണ്ട് തന്നെ, നമ്മൾ ആ ദേഷ്യം ഉണ്ടാവുന്നത് കൊണ്ട്, മറ്റുള്ളവരുമായിട്ടുള്ള ദേഷ്യം, വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങള്, അല്ലെങ്കിൽ ഏതെങ്കിലും അകാരണമായിട്ടുള്ള വിഷമം ജീവിതത്തിൽ ഉണ്ടാവുന്ന, മുന്നോട്ട് പോകുമ്പോൾ ആ നാളെ എത്ര രൂപ അവിടെ അടയ്ക്കാണ്ട്, അവനോട് എന്താ പറയാ, കടം പിടിച്ച ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ 100,000 കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഏതെങ്കിലും വേണ്ടപ്പെട്ട ആളുകളുടെ മരണം, ഓരോന്നിനും നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ കുടി വീണ്ടും നമ്മൾ ഒരു പ്രശ്നമാണ് ഉണ്ടാക്കുക എന്ന ബോധ്യമുണ്ടായിട്ടും നമ്മൾ മനഃപൂർവ്വം കുടിച്ചുന്മത്തനാവുകയാണ്. അപ്പൊ ആ പ്രശ്നങ്ങളല്ല നമ്മളുടെ കാരണം എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കുടിയുടെ തുടക്കങ്ങളുടെ കാര്യത്തിൽ പോലും പിന്നീട് ഉണ്ടായ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ കുടിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒഴിവ് കഴിവുക പറയുക എന്നത് തനി വട്ടന്മാരുടെ സ്വഭാവമാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു തരാൻ നിർബന്ധിതരാണ് എന്ന് പറയുന്നുണ്ട്. നമ്മള് ഈ ഒഴിവ് കഴിവുകൾ പറയുകയായിരുന്നു എന്ന കണ്ടെത്തല് ഒന്നാമത്തെ പടിയുടെ ഭാഗമായിട്ട് നമ്മുടെ വീണ്ടും വീണ്ടും ആ കുടി നമുക്കൊരു പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും കുടിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒഴിവ് കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വട്ടന്മാരുടെ സ്വഭാവമാണ് എന്ന അംഗീകരിക്കലും കൂടിയായിട്ട്
ഒന്നാമത്തെ പടിയിൽ നമ്മളോട് പറയാണ്. ആ ഒഴിവുകൾ യഥാർത്ഥ കാരണം അതല്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വേണ്ടപ്പെട്ടവരുടെ മരണമോ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന വിഷമങ്ങളോ, സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ കൊണ്ടോ, അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാവുന്ന വേറെ പല പിരിമുറുക്കങ്ങൾ, ഞാൻ ഭയങ്കര ടെൻഷനിലാണ് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് സാധ്യമല്ല എന്ന് കണ്ടെത്തലും കൂടി ഒന്നാം പടിയുടെ ഭാഗമായിട്ട് വരികയാണ്. മറ്റ് നമ്മൾ പറയുന്ന ന്യായീകരണങ്ങള് ആ നമ്മളൊരു വട്ടന്മാരുടെ അല്ലെങ്കിൽ ഭ്രാന്തന്റെ സ്വഭാവമാണ് നമ്മൾ കാണിക്കുന്നത് എന്നുള്ള നമ്മുടെ സമ്മതിക്കലാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം കുടിക്കാനായി പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയായിരുന്നില്ല എന്ന കണ്ടെത്തലാണ് ഒന്നാം പടി നമ്മളോട് ഇവിടെ പറയുന്നത്. വെറുതെ ഒരു രസത്തിന് വേണ്ടിയല്ലാതെ മനഃപൂർവ്വം ഞങ്ങൾ കുടിക്കാൻ ആരംഭിച്ചപ്പോൾ അങ്ങനെ കുടിക്കുന്നതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഫലപ്രദവും ഗൗരവപൂർവമായ യാതൊരുവിധ മുൻധാരണയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മനഃപൂർവമായിട്ടുള്ള കുടികൾ ഉണ്ടാകുമ്പോൾ, കുടിക്കാൻ വേണ്ടി കുടിക്കുമ്പോൾ ഇതിന്റെ അനന്തരഫലം എന്തായിരിക്കും? കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതൊന്നും സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. നമുക്ക് നല്ല കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ കാര്യങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ മറന്നു പോകുന്നത് എന്ന് നമുക്കിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ ഓരോ കുടിയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ കുടിയിലേക്ക് പോയത്? ഏതൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഓരോ കുടിയും വരുത്തി വെക്കുക എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നത്തെ നമ്മൾ കണ്ടെത്തുക. എവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്? നമ്മുടെ പെരുമാറ്റങ്ങൾ അത്രയ്ക്ക് ഹീനവും ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ ഹരം ബാധിച്ചവന്റേതുപോലെ ദുർഗ്രാഹ്യവുമാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റങ്ങള്, മറ്റുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങള്, അത് ഹീനമായ പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ ഒരു ഹരം ബാധിച്ചവന്റെ പോലെ, നമുക്ക് എന്തോ ഒരു ഉന്മാദം കയറിയവന്റെ പോലെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും മദ്യത്തിലേക്ക് പോയത് എന്ന കണ്ടെത്തലാണ് ഒന്നാം പടി നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തില് നമ്മൾ പറയുന്ന ന്യായീകരണങ്ങളല്ല. ഇവിടെ നമ്മൾ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് ഒന്നാമത്തെ പടിയുടെ ഭാഗമായിക്കൊണ്ട്. എന്തിനാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്? കഴിഞ്ഞു പോയ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴും ആ അനുഭവങ്ങളിലുള്ള കുടി നമ്മൾ പറയുന്ന ന്യായങ്ങളായിരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കടം ബാധിച്ച് എനിക്ക് നാളെ ഒരാൾക്ക് ഞാൻ 10,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 10,000 രൂപ കൊടുക്കാൻ കയ്യിലില്ലെങ്കിൽ കുടിച്ചത് കൊണ്ട് വീണ്ടും ഉണ്ടാവാൻ പോകുന്നത് പ്രശ്നമാണ് നമുക്കറിയാം. ആ കുടിക്കാനായിട്ട് വീണ്ടും പൈസ ചെലവാക്കണം. മാത്രമല്ല വീണ്ടും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സഹായിക്കേണ്ട ആൾ പോലും കുടിച്ചു കിടക്കുന്ന ഒരാൾക്ക് സഹായം തരില്ല. നമ്മൾ കൂടുതൽ നന്നായിട്ട് ഒരു പ്രവൃത്തി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, അവിടെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറ്റില്ല. അവിടെ പെരുമാറ്റങ്ങള് എന്ന് പറയുന്നത് ഹീനമായി പോവുകയാണ്. അവിടെയാണ് നമ്മുടെ രോഗത്തിന്റെ ആ അടിത്തട്ടിൽ കിടക്കുന്ന ആ രോഗം എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. അത്യാസക്തി എന്ന് പറയുന്ന രോഗം നമുക്ക് വരാനായിക്കൊണ്ട് മദ്യത്തിന്റെ മുന്നിലുള്ള ശക്തിഹീനത നമുക്കുണ്ട്. മറ്റുള്ളവരുടെ ഈ 100 പേരിലെ 80 പേർക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് മാത്രമേ കുടിക്കാൻ പറ്റാത്തുള്ളൂ. അവരും നമ്മളും തമ്മിൽ വ്യത്യസ്തരാണ്. നമ്മളെ പോലെയുള്ള ആളുകളുള്ള സ്ഥലമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ. നമ്മളിവിടെ സമ്മതിച്ച ആളുകളാണ്. അപ്പൊ ഇവരുമായി ചേർന്ന് നടക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അത് എന്തിനാണ്? നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട്, ആ വിലയിരുത്തൽ നടത്തി കഴിയുമ്പോൾ പ്രശ്നങ്ങളായിരുന്നത് എന്താ? നമുക്ക് മറ്റുള്ളവരെ പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല എന്ന കണ്ടെത്തലാണ്. അപ്പൊ നമ്മൾ ആത്മീയമായ അടിസ്ഥാനത്തിലൂടെയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കേണ്ടിയിരിക്കുന്നു എന്ന ബോധ്യം ഒന്നാമത്തെ പടിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുള്ളതാണ്. യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താ? ജിമ്മിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ആ മുതലാളിയുമായിട്ട് അയാള് അവിടെ അയാളിയുമായിട്ട് ചൂടാവേണ്ട കാര്യമില്ല. കാരണം അയാൾക്ക് കച്ചിത്തുരുമ്പ് പോലെ കിട്ടിയ ജോലിയാണ്. 35-ാമത്തെ വയസ്സിൽ തുടങ്ങിയ കുടി വല്ലാത്ത നിലയിലേക്ക് അയാളെ എത്തിച്ച് അവസാനം ആയിട്ട് അവിടെ പോലും ജോലിക്ക് എടുക്കില്ല അങ്ങനത്തെ കുടിയനെ. കുടിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തനായി പെരുമാറുന്ന ഒരാളെയും ജോലിക്ക് എടുക്കാൻ ആരും തയ്യാറാവില്ല. ആ ജോലി തന്ന മനുഷ്യനോട് അദ്ദേഹത്തിന് ചൂടാവാൻ അയാളുടെ ഈഗോ അവിടെ കയറി വരികയാണ്. അപ്പൊ നമ്മൾ ആത്മീയമായ അടിസ്ഥാനത്തിലൂടെയുള്ള ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ
ഈ കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടി വരും. നമ്മുടെ ഞാൻ എന്ന ബോധ്യം അല്ലെങ്കിൽ ഞാൻ എന്ന ബോധം, ആ ബോധത്തെ മാറ്റാനായി തയ്യാറാവണമെന്ന തിരിച്ചറിവ് ഒന്നാമത്തെ പടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ട്. ആ വീട് വൃത്തിയാക്കൽ പ്രക്രിയ, നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് കുടിയല്ല. കുടി എന്ന് പറയുന്നത് നമ്മുടെ രോഗത്തിന്റെ ഒരു ലക്ഷണമാണ് എന്ന് നമ്മളിവിടെ ഒന്നാമത്തെ പടിയിലൂടെ കണ്ടെത്തുകയാണ്. ഈ ജിമ്മിന്റെ ആദ്യത്തെ ആ ഒരു കഥയിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ജിമ്മിനുണ്ടായ എത്രയോ മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, നമ്മൾ ആ ഒരു നീതീകരിക്കൽ നടത്താറുണ്ട്. ഓരോ കുടിയെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴും, നമ്മളുടെ കുടി ഉണ്ടായതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും, നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു ആത്മപരിശോധന നടത്താൻ വേണ്ടി നമ്മളോട് പറയുന്നുണ്ട്. ഒരു പരിഹാരമുണ്ട് എന്ന് പറയുമ്പോ ഉയർന്ന അഭിമാന ബോധത്തെ സന്തുലിതമാക്കാൻ പറയുന്നുണ്ട്. ഉയർന്ന അഭിമാന ബോധം എന്ന് പറഞ്ഞത് എന്താ? ഞാൻ മികച്ചവനാണ്, എന്നെ വേറുള്ളവർ കുറ്റം പറയുന്നുണ്ട്, മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ നമ്മൾ കുടി നിർത്തിക്കഴിഞ്ഞാൽ ഭാര്യ അടക്കമുള്ള മറ്റുള്ള ആൾക്കാർ നമ്മളെ അനുസരിക്കണം. പലപ്പോഴും ഭാര്യയുടെ കംപ്ലൈന്റുകൾ പറയാറുണ്ട്, ഞാനിപ്പോ കുടി നിർത്തിയിരിക്കുകയാണ് എന്നിട്ടും അവൾ എന്നോട് മോശമായി പെരുമാറുന്നു എന്ന് പറയുമ്പോ യഥാർത്ഥത്തില് എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണോ കുടി നിർത്തുന്നത്? ഇവിടെ നമ്മൾ കുടി നിർത്തുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അവരെല്ലാം മാന്യമായിട്ട് പെരുമാറണം എന്ന ആവശ്യപ്പെടൽ നമ്മൾക്ക് ആരോടും നടത്താൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മളുടെ കുടി നിർത്തുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന ബോധ്യം ഒന്നാമത്തെ പടി തരുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തെ എവിടെയാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഈ കുടി, ഇതിന് കാരണം മറ്റ് പല പ്രശ്നങ്ങളുമാണ് എന്ന തിരിച്ചറിവ് കൂടി നമുക്ക് ഈ പ്രശ്നത്തിൽ, ഈ ജിമ്മിന്റെ കഥയിൽ നിന്ന് പഠിക്കാനായിട്ട് സാധ്യമാണ് എന്നാണ്. അപ്പോ ആത്മീയമായ ഒരു അടിത്തറ അത് വിപുലമാക്കിയാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളുടെ പരിശീലനവും ആ പരിശീലിച്ച പടികളെ നിത്യജീവിതത്തില് പാലിക്കാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് മദ്യത്തെ എന്നേക്കുമായിട്ട് നമുക്ക് മാറ്റി നിർത്താനായിക്കൊണ്ട് സാധ്യമാകൂ എന്ന് ഓർമ്മിപ്പിക്കലാണ് ഈ ഒരു പറഞ്ഞ ഭാഗത്ത് നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഈ ഒരു വിഷയം ഇവിടെ നിർത്താം. അടുത്ത ആഴ്ച ഓപ്പൺ മീറ്റിംഗ് ആണ്. ഇതിന്റെ അടുത്ത ആഴ്ച തുടരാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, രാത്രി വൈകിയ വേളയിലും ശ്രമിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തുടർന്ന് എല്ലാവർക്കും ആൽക്കഹോളിക്സ് അനോണിമസ് വിഭാവനം ചെയ്യുന്ന സുബോധ ജീവിത ആശംസ നടത്തുന്നു. താങ്ക് യു ബിനിച്ചേട്ടാ.